ചെറിയ ദൈവത്തിന്റെ വചനത്തിലെ ചില ചിന്തകൾ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ നൽകിയത് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. वचन से जो बातें परमेश्वर ने मुझसे बातें किया वो मैं आपके साथ आज बांटना चाहता हूं. काफी प्रार्थना के साथ हम बने रहेंगे. സന്ദേശം നമ്മുടെ ഹൃദയങ്ങളെ തൊടുവാനിടയായി. ये संदेश हमारे हृदयों को छू नहीं पाए. 23-ാം സങ്കീർത്തനം കർത്താവിലേക്ക് കണ്ണ് ഉയർത്തുന്ന ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണ്. 123 भजन संगीता अपनी आंखें जो परमेश्वर की ओर लगाते हैं एक भक्त की प्रार्थना है. ഈ 121-ാം സങ്കീർത്തനവും അങ്ങനെയൊക്കെ തന്നെയാണ് ഏകദേശം തുടങ്ങിയിരിക്കുന്നത്. 121 भजन संगीता भी वैसे ही कुछ शुरुआत होती है. പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും എന്ന് പറയുന്ന ഒരു ഭക്തൻ. मैं अपनी आंखें पर्वतों की ओर लगाऊंगा, मुझे सहायता कहां से आएगी, ऐसे कहने वाला एक भक्त. ചെറിയ വ്യത്യാസം, സ്വർഗ്ഗത്തിലേക്കാണ് കണ്ണുയർത്തുന്നത്. 123 में थोड़ा सा फर्क ये कि वो स्वर्ग की ओर आंख उठाता है. ആരോഹണ ഗീതങ്ങൾ നമുക്കറിയാമല്ലോ. एक आगमन का भजन संगीत हम जानते हैं. ഈ ആരോഹണ ഗീതങ്ങൾ ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ പാടുന്ന ഗീതങ്ങൾ. आगमन की गीतें हैं जब यरूशलेम के उस आलय की ओर जाते हैं तो इन गीतों को गाया जाता है. एक एक गीतों को गाते हुए वे जाते हैं. ചുവടുകൾ മുമ്പിലേക്ക് വെക്കുമ്പോൾ एक एक कदम जब वो आगे रखते हैं പ്രത്യാശ വർദ്ധിക്കുകയാണ്. उनकी जो आशा है वो बढ़ती जाती കർത്താവിനെ है. സ്തുതിക്കുകയാണ്. परमेश्वर की स्तुति करते रहते हैं. താനായിരുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന്, हमारे जीवन की कई अवस्थाओं में भी, വളരെ പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്ന്, काफी प्रतिकूल अवस्थाओं के बीच में भी, ചുറ്റും വലിയ പ്രതിസന്ധികളാ, चारों ओर काफी प्रतिकूल है, ഒരു സമാധാനമില്ലാത്ത ജീവിതമാണ്. शांति नहीं है, वैसा एक അവിടെ जीवन നിന്നാണ് है. ആലയത്തിലേക്ക് പോകുന്നത്. वहां से हम आलय में आते हैं. 120-ാം സങ്കീർത്തനത്തിൽ അങ്ങനെ ആരോഹണ ഗീതം തുടങ്ങുന്നത്. 120 भजन संगीता में उस प्रकार से आगमन की भजन संगीता की शुरुआत होती है. ഞാൻ മേശക്കിൽ പ്രവാസം ചെയ്യുന്നത് കൊണ്ടും, മേശക് ഒരു സ്ഥലത്തിന്റെ പേരാണ്. मैं मेशक में परदेशी होकर रहने की वजह से പരദേശിയാണ്. मैं परदेशी हूँ. കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നത് കൊണ്ടും എനിക്ക് അയ്യോ കഷ്ടം. केदार की तंबुओं में रहने से मुझ पर हाय हाय. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാ നമ്മളോട് പറയുന്നത് അയ്യോ കഷ്ടമെന്ന് നിലവിളിച്ച ഒരു നിലവിളിയെ കുറിച്ചാ. इन दिनों में पवित्र आत्मा हमसे हाय कहकर पुकारने वाले एक पुकार के बारे में. शुक्रवार का संदेश आपने सुना होगा. ഓൺലൈൻ ലൈവ് ഇടുന്നതിന്റെ കാരണം ദൈവമക്കൾ എല്ലാം അത് കേൾക്കാൻ വേണ്ടിയാണ്. हम लाइव इसलिए डालते हैं कि सारे परमेश्वर के बच्चे वो सुने. പലപ്പോഴും പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയിൽ ചെയ്യുന്ന ഒരു കാര്യം, कई बार जब पवित्र आत्मा जो सेवकाई करते हैं, എനിക്കൊരു സീസണിലേക്കുള്ള മെസ്സേജ് ആ തരുന്നത്. परमेश्वर मुझे एक सीजन का संदेश देते ഒരു हैं. സൺഡേ പ്രസംഗിച്ചങ്ങ് തീരത്തില്ല, ഒരു വെള്ളിയാഴ്ച പ്രസംഗിച്ചങ്ങ് തീരത്തില്ല. एक शुक्रवार वो प्रचार करके खत्म नहीं അതൊരു होता. പക്ഷേ 2-3 ആഴ്ച അതേ മെസ്സേജ് അതിന്റെ പല ഭാഗങ്ങൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വെളിപ്പെടുത്തി. कभी 1-2 हफ्ते तक एक ही संदेश परमेश्वर जो है उसका कंटिन्यूएशन में देते നമ്മുടെ रहते हैं. ചർച്ചിന്റെ മറ്റു കൂട്ടായ്മകളിലൊക്കെ പറയുന്ന മെസ്സേജ് നിങ്ങൾ ഓൺലൈൻ ഉള്ളത് കേൾക്കണം. इसके लिए जो ऑनलाइन में बाकी संदेश है वो कृपया आप सभी लोग सुनिए. എന്റെ വർഷങ്ങളായിട്ടുള്ള ശുശ്രൂഷ അനുഭവം ഒരു സീസണിലേക്ക് ഒരു മെസ്സേജ് തരിക. मेरे सालों से एक एक्सपीरियंस ये है कि परमेश्वर एक ऋतु के लिए एक संदेश देता है. അതൊരു പക്ഷേ ഞാൻ പുറത്ത് ശുശ്രൂഷിക്കാൻ പോകുന്ന സഭയിലും അതേ മെസ്സേജ് പോലൊരു മെസ്സേജ് ആയിരിക്കും പറയുന്നത്. जब मैं बाहर जाता हूँ सेवका एक दबी भी उससे रिलेटेड एक संदेश ही मैं देता हूँ. ഇവിടെ പറയുക എനിക്ക് അയ്യോ കഷ്ടം. यहाँ पर लिखा है कि मुझे हाय. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ കേട്ടു എനിക്ക് അയ്യോ കഷ്ടമെന്ന് നിലവിളിച്ച നിലവിളിയെ കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിച്ചു. पिछले शुक्रवार को मैंने कहा कि एक दास जो मुझ पर हाय करके चिल्ला रहे उस पुकार की रोना. അങ്ങനെ നിലവിളിച്ച ഭക്തന്മാർ വേദപുസ്തകത്തിലുണ്ട്. എനിക്ക് അയ്യോ കഷ്ടം. ऐसे पुकारने वाले कई भक्त लोग हम बाइबल में देख सकते हैं. ജീവിതത്തിലെ അശുദ്ധി കണ്ട് തിരിച്ചറിഞ്ഞപ്പോൾ यशायाह ने जो अपने जीवन की अशुद्धि को देखने के बाद അവൻ നിലവിളിക്കുക എനിക്ക് അയ്യോ കഷ്ടം. उसने पुकारा कि हाय. അതുവരെ അവൻ അങ്ങനെ പറയില്ല. तब तक वो वैसा कहा नहीं था. പറയാത്തതിന്റെ കാരണം क्यों नहीं कहा था? അവൻ ദൈവത്തിന്റെ വിശുദ്ധി എന്താണെന്ന് കണ്ടില്ല. क्योंकि वो परमेश्वर की पवित्रताई को वो देखा नहीं അവൻ था. ചുറ്റുമുള്ളവരെ നോക്കിയപ്പോൾ जब उसने चारों ओर के लोगों को देखा, അവരെക്കാട്ടിലും താൻ ഭക്തനാണെന്ന് ചിന്തിച്ചപ്പോൾ उससे भक्त है वो, जब उसने ऐसा देखा അവൻ പറഞ്ഞു तो उसने कहा നിങ്ങൾക്ക് അയ്യോ കഷ്ടം, तुम നിങ്ങൾക്ക് लोगों के അയ്യോ लिए കഷ്ടം. हाय. എന്നാൽ ജീവിതത്തിൽ ഒരു സമയത്ത് लेकिन जीवन की एक परिस्थिति में ദൂതന്മാർ ആർത്ത് ആരാധിക്കുന്ന, स्वर्गदूत लोग जब आराधना करते हुए പരിശുദ്ധൻ 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 എന്ന് ആർത്ത് ആരാധിക്കുന്ന, तू पवित्र तू पवित्र तू पवित्र कहकर आराधना करते हुए കർത്താവിന്റെ മഹത്വം കണ്ടു जब കഴിഞ്ഞപ്പോൾ परमेश्वर की महिमा को उसने അവൻ देखा, പറഞ്ഞു എനിക്ക് അയ്യോ उसने കഷ്ടം, कहा कि मुझको हाय, ഞാൻ പാപിയാണ്. मैं पापी हूँ. പാപിയായ മനുഷ്യൻ നിലവിളിക്കുകയാണ്. एक पापी मनुष्य पुकार रहा है. ഞാൻ ഇന്ന് രാവിലെ
പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ തന്ന ചില ചിന്തകൾ पवित्र आत्मा ने मुझे दिया हुआ कुछ विषय ഈ വചനത്തോടുള്ള ബന്ധത്തിൽ ഗ്രേസ് എന്നൊരു സബ്ജക്റ്റ് കൂടി ഇതിനകത്തുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. इस वचन से संबंधित ग्रेस जो कृपा है, സബ്ജക്റ്റ് कृपा एक विषय के बारे में भी कहना है. എൻ്റെ ഒരു ചോദ്യം, मेरा एक प्रश्न, റോമാലേഖനമൊക്കെ അല്ലേ നമ്മളിപ്പോൾ നമ്മുടെ പ്രയർ സെല്ലുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. हम रोमियो की पत्री अपने प्रेयर सेल्स में पढ़ रहे ഈ हैं. ഗ്രേസിന്റെ അർത്ഥം എന്താ? ये ग्रेस का मतलब क्या है? നമ്മൾ പെട്ടെന്ന് പറയും, हम जल्दी कहेंगे അർഹതയില്ലാത്തടത്ത് ചൊരിഞ്ഞ, നമ്മെ രക്ഷിക്കുവാൻ ചൊരിഞ്ഞ ദൈവത്തിന്റെ കൃപ. जहाँ पर हमारी योग्यता नहीं थी वहाँ पर हमारे ऊपर उंडेला गया परमेश्वर के उस अनुग्रह. ग्रेस का मतलब കൃപയാൽ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടു. अनुग्रह ही से विश्वास के द्वारा हमारा उद्धार हुआ है. അർഹതയില്ലാത്തടത്ത് നമ്മെ രക്ഷിക്കുവാൻ ദൈവത്തിന് തോന്നിയ കരുണ, അതാണ് ഗ്രേസ് എന്ന് പറയും. जो हमें योग्यता नहीं था वहाँ पर हमें उद्धार दिलाने के लिए जो परमेश्वर हम पर दिखाई करुणा, वो है कृपा. അപ്പോൾ തന്നെ റോമാലേഖനത്തിന്റെ വാക്യമുണ്ട്, साथ ही साथ में रोमियो की पत्री में एक आयत इस प्रकार से है, പാപം പെരുകിയിടത്ത് കൃപ വർദ്ധിച്ചു. जहाँ पर पाप बढ़ता गया वहाँ पर कृपा भी बढ़ती गई. എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. जो मैं समझा वो बात आपको बता कर ഞാൻ देता അതിന്റെ हूँ. അർത്ഥം ഇന്ന് രാവിലെ എൻ്റെ ഉള്ളിൽ ദൈവം തന്ന ഒരു ചിന്ത പറയാം. आज सुबह जो मेरे अंदर दिया हुआ एक विषय में आपसे ഗ്രേസ് कहता हूँ. വർദ്ധിച്ചെന്ന് പറഞ്ഞപ്പോൾ कृपा जब वहाँ पर बड़ा मतलब പാപത്തെക്കുറിച്ചുള്ള കൺവിക്ഷൻ, ബോധം വർദ്ധിച്ചെന്നൊരു അർത്ഥമുണ്ട്. पाप के बारे में जो कन्विक्शन है वो भी कबूल करना, वो भी वहाँ ഗ്രേസ് पर बढ़ता നമ്മുടെ മേൽ गया. വർദ്ധിക്കുന്നത് കൊണ്ടാണ് जब ग्रेस हमारे ऊपर बढ़ती है, ഞാൻ പാപിയാണേ എന്ന് ഞാൻ നിലവിളിക്കുന്നത്. इसी वजह से मैं ये पुकार पाता हूँ कि मैं पापी हूँ. ആ ഗ്രേസ് നമ്മുടെ മേൽ ഇല്ലെങ്കിൽ, वो ग्रेस यदि हमारे ऊपर नहीं होता, ഹല്ലേലൂയ, നിയമത്തിന് പാപബോധം വരുത്താൻ ശക്തിയില്ല. व्यवस्था पाप का सुबोध नहीं दिला सकती. റോമാലേഖനം 7-ാം അധ്യായം പറയുന്നു, रोमियो 7वां अध्याय में कहता है നിയമം ശക്തമായിരുന്നു, व्यवस्था काफी कठोर പക്ഷെ था, പാപബോധം വരുത്താൻ അത് പര്യാപ്തമായിരുന്നില്ല. लेकिन अपने अपराध का जो बोध दिलाना, उसे पहचानना, वो उसे നിയമത്തിന് नहीं हो सका. കുറ്റവാളികളെ പശ്ചാത്താപത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. व्यवस्था लोगों को पश्चाताप की ओर लेकर नहीं आ सका. പറ്റുമോ? क्या ले सकते हैं? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജയിലുകളിൽ കിടന്നവരൊക്കെ പശ്ചാത്താപത്തോട് പുറത്തു വരണം. अगर ऐसा है तो जेल के अंदर आने वाले लोग पश्चाताप के साथ बाहर आना चाहिए. ക്രൂരമാകുന്ന കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നു. हमारे चारों ओर बड़ी क्रूरता, गंभीरता वाली बातें बीत रही है. നിയമങ്ങൾ ശക്തമാക്കിയാൽ, नियम को अगर कठिन बना दिया जाए, ഹല്ലേലൂയ, ക്രൂരത കുറയുമെന്ന് നമുക്കൊരു ചിന്തയുണ്ടല്ലേ? क्रूरता कम हो जाएगा, हम ऐसा सोचते हैं. കഠിനമായ നിയമമുണ്ടെങ്കിൽ, कठिन नियम रखने की वजह से ഹല്ലേലൂയ, ആളുകൾ തെറ്റ് ചെയ്യത്തില്ല എന്ന് നമുക്കൊരു ചിന്തയുണ്ട്. लोग गलतियां नहीं करेंगे, हम ऐसा सोचते हैं. അങ്ങനെയാണോ പ്രിയമുള്ളവരെ? क्या ऐसा है प्रियो? കേരളത്തിലെ ജനങ്ങളെ കുറിച്ച് നമുക്കറിയാം, പ്രബുദ്ധരായ ജനങ്ങളാണ്. केरला के प्रियो के लोगों के बारे में हम जानते हैं, നിയമത്തെ കുറിച്ച് അറിവുള്ളവരാണ്. नियम के बारे में वो जानकारी പക്ഷെ रखते हैं, ക്രൂര കൃത്യങ്ങൾക്ക് യാതൊരു കുറവുമില്ല. लेकिन क्रूर काम करने में कोई भी कमी नहीं है. നിയമത്തെ കുറിച്ച് അറിഞ്ഞതുകൊണ്ട് नियम के बारे में जानने से, നിയമലംഘനത്തിന് വരുന്ന ആ ശിക്ഷ എന്താന്ന് മനസ്സിലാക്കിക്കൊണ്ട് नियम का उल्लंघन करने से क्या शिक्षा मिलती है वो भी जानने के മനുഷ്യൻ बावजूद भी തിന്മ ചെയ്യാതിരിക്കത്തില്ല. लोग बुराई बिना किए नहीं रहते മനുഷ്യനെങ്കിലും हैं. തിന്മ ചെയ്തുകൊണ്ടിരിക്കും. लोग फिर भी बुराई करते മനുഷ്യ रहते हैं. മനസാക്ഷിയെ നടുക്കുന്ന കാര്യങ്ങളാണ് ഓരോ ദിവസവും കേരളത്തിൽ നടക്കുന്നത്. मनुष्य के उस कॉन्शियस में जो हम सोच भी नहीं सकते वैसी बातें हर एक दिन मनुष्य लोग करते നമ്മൾ जा रहे हैं. മഹാരാഷ്ട്രയിലല്ലേ താമസിക്കുന്നത്? हम महाराष्ट्र में रहते हैं. കേരളത്തെക്കാട്ടിൽ എത്രയധികം ജനസംഖ്യ മഹാരാഷ്ട്രയിൽ അറിയാമോ? केरला से भी कितने अधिक जनसंख्या महाराष्ट्र में है. എത്രയധികമുണ്ട്? कितने अधिक है? മിനിമം 4 ഇരട്ടി, 4 ടൈംസ്. 4 गुना. പക്ഷേ लेकिन അതിന്റെ പകുതി പോലും ക്രൂരകൃത്യങ്ങൾ ഈ സംസ്ഥാനത്ത് നടക്കുന്നില്ല. उससे उसका आधा क्रूएल्टी वाली बातें भी, क्रूर बातें भी महाराष्ट्र में नहीं होती है. കേരളത്തിൽ നടക്കുന്ന പോലെ സംഭവങ്ങൾ നമ്മൾ ഇന്നും മഹാരാഷ്ട്രയിൽ കേൾക്കുന്നുണ്ടോ? केरला में जो बातें हो रही है क्या वो महाराष्ट्र में हो रहा है? मैं तो कहूँगा नहीं. അപ്പം ഒരുപക്ഷെ നമ്മൾക്ക് ഈ മറാഠി ന്യൂസ് ചാനൽ കേൾക്കാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾ ചിന്തിക്കുക, तो आप सोचते होंगे शायद हम मराठी न्यूज चैनल नहीं सुन रहे, उस वजह से നടക്കുന്നില്ല. उतना नहीं होता है. ഞാൻ മനസ്സിലാക്കിയ കാര്യം, जो मैंने समझा है, നിയമം കട്ടി കൂടിയാലും नियम को कठिन बना दिया जाए, തിന്മകൾക്ക് കുറവ് വരുത്തില്ല. बुराई में कम नहीं होगी. നിയമത്തിന് ഒരു മനുഷ്യനെ നന്നാക്കാൻ, പശ്ചാത്താപത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. नियम एक व्यक्ति को पश्चाताप के अनुभव पर लेकर नहीं आ सकता, लेकिन कृपा ഒരു മനുഷ്യനെ കൊണ്ട് പറയിക്കും, एक मनुष्य से कहलाएगा, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. हाय मैं तो एक റോമാലേഖനം अरिष्ट मनुष्य हूँ. 7-ാം അധ്യായം रोमियो की पत्री 7वां പൗലോസ് अध्याय, പറയുകയാണ്, पौलुस कहता मैं है कितना निकम्मी इंसान हूँ, ഞാൻ ഒരു അനിഷ്ട മനുഷ്യനാണ്.
ഹല്ലേലൂയ. हालेलुया। നിങ്ങൾ കേൾക്കുന്നുണ്ടോ ദൈവമക്കളെ? क्या आप सुन रहे हैं? പൗലോസിനെ കൊണ്ട് അങ്ങനെ കരയിക്കാൻ കാരണം എന്താ? पौलुस ने क्यों ऐसे पुकार कर रोया? പൗലോസ് എന്തുകൊണ്ടാണ് കരയുന്നത്? അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. यहाँ पर पौलुस क्यों ऐसा रो रहा है कि मैं एक निकम्मी मनुष्य हूँ? ഹല്ലേലൂയ. हालेलुया। അതിന്റെ കാരണം उसके कारण കൃപ അധികം പകർന്നപ്പോൾ जब कृपा अनुग्रह उसके ऊपर जब കൃപ अधिकताई में उंडेला गया, പാപബോധത്തിലേക്ക് നയിക്കുന്നതാണ്. कृपा जो है पाप के पश्चाताप की ओर ഞാൻ लेकर आता അരിഷ്ട है। മനുഷ്യൻ എന്ന് പൗലോസ് നിലവിളിക്കുകയാണ്. पौलुस भी यहाँ पर रो के कहता है कि मैं एक निकम्मी मनुष्य हूँ, അയ്യോ എനിക്ക് കഷ്ടമെന്ന് പൗലോസ് നിലവിളിക്കുക. मुझे हाय कहकर वो पुकारता है। യെശയ്യാവ് നിലവിളിക്കുക, അയ്യോ എനിക്ക് കഷ്ടം. यशायाह भी ये पुकारता है कि मुझे हाय, ദൈവ മഹത്വം ഞാൻ കണ്ടല്ലോ. परमेश्वर की महिमा को मैंने देख लिया। മറ്റുള്ളവരുമായിട്ട് നമ്മെ തന്നെ നാം തുലനം ചെയ്താൽ हम यदि अपने आप को दूसरों के साथ तुलना करें, നമുക്ക് തോന്നും നമ്മൾ നല്ലവരാൻ തോന്നും. हमें लगेगा कि हम काफी अच्छे लोग हैं, നമ്മൾ മറ്റുള്ളവരെക്കാട്ടും നല്ലവരാൻ തോന്നും. हम दूसरों से अच्छे लोग हैं। പക്ഷേ लेकिन കർത്താവിന്റെ മഹത്വം കാണുമ്പോഴാ जब परमेश्वर की महिमा को നമ്മൾ देख എത്ര लेते हैं പൊടിയാണ്, കൃമിയാണ്, എത്ര പാപിയായ മനുഷ്യനാണെന്ന് മനസ്സിലാക്കുന്നത്. तो हम कितने धूल है, मिट्टी है, पापी मनुष्य है, वो हमें समझ में आता है। അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. मैं निकम्मी मनुष्य അങ്ങനെ हूँ। നിലവിളിച്ച കുറെ ഭക്തന്മാർ. ऐसे पुकारने वाले कई भक्त लोग हैं। മീഖാ പ്രവാചകൻ പറയുകയാണ്, मीखा भविष्यवक्ता कहता है, ഹല്ലേലൂയ, താൻ പറയുന്നത് वो इस प्रकार से कहता है, അത്തിയുടെ തലപ്പഴമാണ് താൻ ആഗ്രഹിച്ചത്. അത്തിയുടെ തലപ്പഴം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ടാ താൻ ആഗ്രഹിച്ചത്. उसने उस अग्नि का सबसे उत्तम फल को उसने चाहा था। അത്തി അത്തി അഞ്ചീർ വൃക്ഷം अंजीर वृक्ष का सबसे उत्तम फल उसने चाहा था, തലപ്പഴമാണ് ആഗ്രഹിച്ചത്. सबसे उत्तम फल പക്ഷേ उसने चाहा ഇപ്പോൾ था। ഞാൻ കാലാപറക്കുന്നവനെ പോലെ ആയിരിക്കും लेकिन अभी मैं जंगली पेड़ को उठा रहा हूँ। എന്ന് പറഞ്ഞാൽ उसका मतलब നമുക്കറിയാം ഇസ്രായേലിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഏത് ഫലമെടുത്താലും അവർ മുഴുവൻ ഖാലിയാക്കി ഫലമെടുക്കത്തില്ല. इसराइल अगर फल उठाए तो पूरा पूरा खाली करके पूरा उठा नहीं लेते हैं। പരദേശിക്കും വിധവയ്ക്കും വേണ്ടി എന്തെങ്കിലും മാറ്റി വെക്കണം. परदेशी और विधवा के लिए थोड़ा बचा कर रखते हैं। ആഗ്രഹിച്ചത് തലപ്പഴമാ. उसने चाहा था कि अंजीर का सबसे ആഗ്രഹിച്ചത് उत्तम फल, തലപ്പഴം ബെസ്റ്റ് ഫ്രൂട്ടാ. सबसे उत्तम फल चाहा था, പക്ഷെ ഇപ്പൊ കാലാ പറക്കുക. लेकिन अभी वो जंगली ഓരോ उठा रहा ഇലയും है। മാറ്റി നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുക. एक एक पत्ता हटाकर वो देख रहा है कि മീഖാ वहां पर कुछ പറയുന്നു, है कि എനിക്ക് नहीं। അയ്യോ കഷ്ടം, मीखा कहता है कि मुझको हाय, എനിക്ക് അയ്യോ കഷ്ടം, मुझको हाय, തിന്മാൻ ഒരു മുന്തിരിക്കൊലയുമില്ല, खाने के लिए एक दाग का ഞാൻ वारी भी नहीं കൊതിക്കുന്ന है, അത്തിയുടെ തലപ്പഴമില്ല. मैं चाहने वाला उस अंजीर का बेस्ट उत्तम ഭക്തന്മാർ फल नहीं है। ഭൂമിയിൽ നിന്ന് നശിച്ചുപോയി. भक्त लोग भूमि से नष्ट हो गए, മനുഷ്യരുടെ ഇടയിൽ നേരുള്ളവൻ ആരുമില്ല. मनुष्यों के बीच में एक भी भला मनुष्य नहीं रहा। അവരൊക്കെയും वहाँ सब രക്തത്തിനായി പതിയിരിക്കുന്നു. वो खून के लिए इंतजार कर रहे हैं। ഓരോരുത്തരും താൻ താന്റെ സഹോദരനെ വല വെച്ച് പിടിപ്പാൻ നോക്കുന്നു. हर एक लोग अपने भाई को जाल फंसाकर उन्हें നിങ്ങൾക്ക് फंसा रहे മനസ്സിലായോ ഈ हैं। പറഞ്ഞതിന്റെ അർത്ഥം? क्या आप समझ रहे हो? അന്വേഷിച്ചത് അത്തിയുടെ തലപ്പഴം, मैंने चाहा था कि अंजीर का उत्तम फल, അന്വേഷിച്ചത് ബെസ്റ്റ് ആയിട്ടുള്ളത്, चाहा था कि सबसे उत्तम, അന്വേഷിച്ചത് ദേശത്തിലെ ഭക്തന്മാർ. जो ढूंढ रहे वो देशों के ഈ भक्त लोग। കാലത്തിന്റെ പ്രശ്നം इस युग का एक ഈ കാലത്ത് मुसीबत, തലപ്പഴമില്ലെന്നുള്ളതാ, इस युग में पक्की अंजीरें नहीं है, നല്ലതില്ലെന്നുള്ളതാ. अच्छा अंजीरें नहीं ആ है। വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. वचन में हम देख सकते हैं മുഴുവൻ പഴുത്തുപോയ ഒരു ഹല്ലേലൂയ കൊട്ട അത്തിപ്പഴം ആമോസിനെ ദൈവം കാണിച്ചു. एक पका हुआ अंजीरों का एक कटोरा टोकरा आमोस को परमेश्वर ആമോസിന്റെ ने പുസ്തകം दिखाया। 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് आमोस 8वें अध्याय पर हम देख सकते ഹല്ലേലൂയ, हैं ദൈവം ആമോസിനെ കാണിക്കുകയാ. परमेश्वर आमोस को दिखा रहा है, കർത്താവ് ഒരു കുട്ട പഴുത്ത പഴം കാണിച്ചു തന്നു. फलों से भरी हुई एक टोकरी നീ दिखाया। എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. परमेश्वर ने पूछा तू क्या देख रहा है? ആമോസേ നീ എന്ത് കാണുന്നു? हे आमोस तू क्या ഇന്ന് देख പകൽക്കാലം रहा है? പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുക, നീ എന്ത് കാണുന്നു? आज पवित्र आत्मा हमसे पूछे कि तू क्या देख रहा പ്രവാചകന്മാരോട് है? അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. भविष्यवक्ताओं से ऐसा पूछ चुका है। യെഹെസ്കേലിനോട് ദൈവം ചോദിച്ചു, നീ എന്ത് കാണുന്നു? एहस्केल से पूछा तू क्या देखता है? യെഹെസ്കേൽ അസ്ഥികൾ നിറഞ്ഞ താഴ്വര കണ്ടു. एहस्केल ने सूखी हड्डी की तराइयों को ആമോസ് देखा। പഴുത്ത ഹല്ലേലൂയ അത്തിപ്പഴ കുട്ട കണ്ടു. आमोस ने फलों से भरी हुई एक टोकरी देखा। ഈ ആമോസിന് ഈ അത്തിപ്പഴവുമായിട്ട് നല്ല കണക്ഷൻ ഉള്ളവനാ. ये आमोस को अंजीर के फल के साथ एक बहुत बड़ा അവൻ संबंध है। പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇടയനും
उसने कहा कि मैं चरवाहा കാട്ടത്തിപ്പഴം പുറക്കുന്നവനും और जंगली अंजीरों का फल उठाने वाला हूँ। കാട്ടത്തിപ്പഴം പുറക്കുന്നവൻ. अच्छी फल नहीं, जंगली फलों को ഇപ്പൊ उठाने ഒരു वाला കൊട്ട हूँ। അത്തിപ്പഴം കർത്താ കാണിക്കുക. अभी एक टोकरी ഇത്രയും अंजीरों का നാള് फल उसे दिखा കാട്ടത്തിപ്പഴം रहा പുറക്കി है। നടക്കുന്നവന്റെ മുമ്പിൽ इतने सालों से जंगली अंजीरों का फल उठाने वाला ഒരു मनुष्य കൊട്ട के सामने അത്തിപ്പഴക്കുട്ട കാണിക്കുക. अभी एक टोकरी भरकर फल എന്തൊരു उसे दिखा रहा है। പ്രതീക്ഷയാണെന്നറിയോ? നമ്മളാണ് മനസ്സിൽ കർത്താവേ നന്ദി കർത്താവ്, ഇത്രയും നാളും കാട്ടത്തിപ്പഴം പിറക്കി നടന്ന് എനിക്ക് വേണ്ടി ഒരു കൊട്ട നല്ല അത്തിപ്പഴം കാണിച്ചല്ലോ എന്ന് പറയും. हम होते तो खुश हो जाते और यह कहते कि परमेश्वर इतने साल तक मैं जंगली फलों को उठा रहा था, लेकिन अभी तूने मुझे अच्छा फल दिखाया है। ദൈവം നമ്മളോട് ഇടപെടുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ജീവിത മാർഗത്തിൽ നിന്നും ജീവിതാനുഭവങ്ങളിൽ നിന്നുമാണ് ദൈവം നമുക്ക് ദർശനങ്ങൾ വെളിപ്പാടുകൾ നൽകുന്നത്. कई बार परमेश्वर हमें दर्शन जो देता है वो हमारे जीवन के संदर्भों से परमेश्वर मिलाकर हमें ഞാൻ देता ഒരു है। കൊട്ട പഴുത്ത പഴം കാണുന്നു, ഒരു കൊട്ട പഴുത്ത പഴം കാണുന്നു എന്ന് പറഞ്ഞു. मैं यहाँ पर धूपकाल के फलों से भरी हुई टोकरा देखता हूँ। അപ്പൊ ദൈവം പറയാ, तो परमेश्वर कहता है പഴുത്തതാണേ കുഴപ്പമില്ല, अगर वो पका है तो चलेगा, ഉപയോഗശൂന്യമായി പഴുത്തതാ. लेकिन वो उपयोग नहीं कर എന്റെ सकते। ജനത്തിന് പഴുപ്പ് വന്നിരിക്കുന്നു. मेरे लोग ऐसे ही पक चुके हैं, ആഗ്രഹം തലപ്പഴമാ, उनकी चाहत तो उत्तम फल के लिए പക്ഷെ है, ഞാൻ ഇന്ന് കാലാപിറക്കുന്നവനെ പോലെ ആയിരിക്കും. लेकिन मैं अभी जंगली जान पेड़ फल उठाने वाला बन തലപ്പഴം गया। ദേശത്തിലെ വിശുദ്ധനാകട്ടോ, एक उत्तम फल देश का पवित्र व्यक्ति है, തലപ്പഴം ദേശത്തിലെ ഭക്തനാ. उत्तम फल देश का पवित्र ഈ भक्त लोग है। കാലഘട്ടത്തിൽ അതില്ലാതെ പോയിരിക്കുന്നു. इस युग में वो नहीं रह गया। നമ്മുടെ ഇടയിൽ തലപ്പഴങ്ങൾ ഉണ്ടായിരുന്ന കാലമുണ്ടായിരുന്നു. हमारे बीच में उत्तम भक्त लोग होने का एक जमाना ഞാൻ था। ഇവിടെ ഇരുന്നപ്പോൾ ചിന്തിച്ചൊരു കാര്യം, मैं यहाँ पर बैठकर जो सोच रहा ഞാൻ था, റായ്പൂരിൽ പോയിട്ട് മടങ്ങി വന്നല്ലോ. मैं रायपुर से जाकर लौट आने के बाद പാസ്റ്റർ പി എസ് ശാമുവേൽ എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ തുടങ്ങിയ ആ ചർച്ചിലാണ് ഞാൻ ശുശ്രൂഷിച്ചത്. पास्टर पीए शैमुअल के द्वारा शुरुआत की गई उस कलीसिया में मैंने सेवकाई ഞാൻ അവിടെ किया। കൊടുത്ത മെസ്സേജ്, वहां पर संदेश जो मैंने दिया, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. यीशु मसीह कल आज और कल भी हमेशा ഒരു सदा മാസം മുമ്പ് सदा ദൈവാത്മാവിനോട് है, ആ വചനം सदा പറഞ്ഞ് അവിടെ जीवित है। പ്രസംഗിക്കണം എന്ന് ഒരു മാസം മുമ്പേ പറഞ്ഞു. एक महीने पहले कहा था कि वो संदेश वहां पर देकर प्रचार അതുകൊണ്ട് करना है। ഞാൻ തയ്യാറാകാതാ പോയത്. इसके लिए मैं बिना प्रिपेयर के അവിടെ साथ किया था। ചെന്ന് മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ वहां पर जाकर जब मीटिंग पर बैठा हुआ था മേളത്തെ വാക്യം കൊണ്ടൊന്ന് വായിക്കാൻ പറഞ്ഞു. तो पवित्र आत्मा ने मुझसे कहा कि उसके ऊपर की आयत को भी जरा पढ़ लो। മീറ്റിംഗിന് നിൽക്കുമ്പോഴാ വചനം പറയാൻ നിൽക്കുമ്പോഴാ तो जब मैं वचन देने के लिए खड़ा था उस മേളത്തെ वक्त, വാക്യം പറയുന്നത്, तो ऊपर का आयत में ऐसा लिखा है, നിങ്ങളെ നടത്തിയവരെ ഓർത്ത് അവരുടെ ജീവാവസാനം ഓർത്ത് അവരെ അനുകരിപ്പീൻ. जो आपको चलाया है उनके जीवन का अंत को देखकर എനിക്ക് उनका മനസ്സിലായി ആ अनुगमन ചർച്ചിനോടുള്ള करो। സന്ദേശം എന്താണ്. तो मैं समझ गया कि उस वचन का संदेश क्या है, जिसने तुमको അവരുടെ चलाया ജീവാവസാനം है, ഓർത്ത് उनके जीवन को അവരെ स्मरण करके അനുകരിപ്പീൻ. उनका फॉलो करो। എന്നിട്ടാ പറഞ്ഞത്, फिर कहा है, യേശുക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്കും അനന്യൻ यीशु आज कल और सदा എന്ന് हमेशा പറഞ്ഞാൽ जीवित है। ആ मतलब ഭക്തന്മാരെ നടത്തിയില്ലേ, वो भक्तों को चलाया ना, അവരുടെ ജീവാവസാനം ഒന്ന് ഓർത്തേ. उनके जीवन के अंत അവരുടെ को जरा കാലത്തിൽ ദൈവ देखिए। അത്ഭുതങ്ങൾ ചെയ്തെങ്കിൽ उनके युग में अद्भुत ഇന്നും कामों को ചെയ്യാൻ किया है, तो പറ്റുമെന്ന്, आज भी നാളെയും ചെയ്യാൻ परमेश्वर कर सकते हैं, പറ്റുമെന്ന്, कल भी परमेश्वर कर യേശുക്രിസ്തുവിന് सकता है। മാറ്റമില്ലെന്ന് यीशु मसीह ആ कभी ഭക്തന്മാർ बदलता മരിച്ചു नहीं। മൺമറഞ്ഞു പോയി. वो भक्त लोग मर പക്ഷെ कर मिट അവരിലൂടെ गए, പ്രവർത്തിച്ച യേശു ഇന്നും എന്നേക്കും അനന്യനാ. लेकिन उनके द्वारा काम करने वाला यीशु मसीह आज भी जीवित है। യേശുക്രിസ്തു ഇന്നലകളിൽ പ്രവർത്തിച്ചെങ്കിൽ यीशु मसीह यदि कल के दिनों में काम किया है, ഭാരതത്തിന്റെ तो മണ്ണിൽ കേരളത്തിൽ യേശുക്രിസ്തു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ചെങ്കിൽ केरला में यदि पिछले दिनों में परमेश्वर ने काम किया ഇന്നും है, तो പ്രവർത്തിപ്പാൻ ശക്തനാ. आज भी काम करने के लिए वो പിന്നെ എന്തുകൊണ്ട് सामर्थ्य ഇന്ന് है। പ്രവർത്തിക്കുന്നില്ല? कि क्यों आज काम ഇന്ന് नहीं हो रहा? പ്രവർത്തിക്കാത്തതിന്റെ കാരണം आज इसके लिए ഈ काम नहीं प्रकट കാലഘട്ടത്തിൽ हो रहा। തലപ്പഴങ്ങളില്ല. इस युग में अच्छे ഈ फल नहीं है। കാലഘട്ടത്തിൽ പുഴുക്കുത്തു വന്ന പഴങ്ങളേ ഉള്ളൂ. इस युग में कीड़ा पकड़ा हुआ फल ही है। ഹല്ലേലൂയ. हालेलुया। ഒരു ദിവസം അമേരിക്കയിൽ ഉള്ള ഒരു ഇലോൺ മസ്ക് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. पिछले दिनों में अमेरिका की इलॉन मस्क ने इस प्रकार से പഴത്തെ कहा, കുറിച്ച് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. पक्का हुआ कि बात നിങ്ങൾ ആ कह रहा हूं സ്റ്റേറ്റ്മെന്റ് इसके കണ്ടു लिए। കാണുമല്ലോ. US എയ്ഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. US എയ്ഡ്. US एड का एक बात एक चीज है। ഹല്ലേലൂയ. US എയ്ഡിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, US एड के बारे में उसने US कहा, എയ്ഡ് നിറയെ പുഴുക്കളുള്ള ഒരു ആപ്പിളാന്ന് പറഞ്ഞു. US एड जो है वो कीड़ा से भरा हुआ एक एप्पल है, ഇഷ്ടം പോലെ പുഴുക്കൾ അതിനകത്തെന്ന് പറഞ്ഞു. उसके अंदर बहुत सारी कीड़ाएं हैं। ഈ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഇന്ന് നമ്മുടെ കയ്യിലുള്ളതെല്ലാം പഴങ്ങൾ പുഴുക്കൾ നിറഞ്ഞ പഴങ്ങളാണ്. मैं भी कहना चाहता हूँ कि आज हमारे हाथों पे जो फल है उसके अंदर യേശു कीड़ा लगा हुआ फल ആഗ്രഹിക്കുന്ന है। തലപ്പഴം ഇന്ന് ദേശത്തില്ല. यीशु जिस प्रकार से चाहता है वैसा उत्तम फल ഭക്തന്മാർ आज കുറഞ്ഞു युग में പോകുന്നു. नहीं है। भक्त लोग कम होते जा മീഖയുടെ रहे हैं।
നിലവിളി നമ്മുടെ നിലവിളിയായി മാറണം. मीखा का जो रोना है वो हमारे അതുകൊണ്ട് रोना മീഖ बनने എന്താ पाए. പറഞ്ഞെന്നറിയാമോ? इसके लिए मीखा क्या മീഖ कहता है? 7 ഒന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ്, मीखा 7 का पहले आयत में कहता എനിക്കയ്യോ കഷ്ടം. है, हाय मुझ पर. ഈ നൂറ്റാണ്ടിലെ ദൈവമക്കൾ നിലവിളിക്കട്ടെ, എനിക്കയ്യോ കഷ്ടം. इस युग के परमेश्वर के बच्चे पुकारने लगे कि मैं मुझ में हाय. തലപ്പഴം കൊതിച്ച എനിക്ക് കിട്ടിയത്, जो मैंने अच्छा फल चाहा वो मुझे मिला. ഏത് പഴമാ? കാലാവറക്കുന്നവനാ. मुझे क्या मिला है? കാലാവറക്കെന്ന് പറഞ്ഞാൽ അറിയാലോ, उसका मतलब आप जानते होंगे. യഹൂദന്മാരോട് जंगली पे ദൈവം ന്യായപ്രമാണം കൊടുത്തപ്പോൾ പറഞ്ഞു, यहूदियों को जब व्यवस्था दिया तो നിങ്ങൾ कहा, നിങ്ങളുടെ ദേശത്ത് വിളവെടുപ്പ് നടത്തുമ്പോൾ जब तुम्हारे देश में कटनी होगा മുഴുവൻ അങ്ങ് പറിക്കരുത്. पूरा नहीं उठाना. മുഴുവൻ ഒരു ട്രീ മുഴുവൻ അല്ലേ, അതിൻ്റെ അകത്ത് എല്ലാ ഫലവും പറിക്കരുത്. पूरा नहीं, सबके सब नहीं उठाना है. കുറച്ച് വിട്ടേക്കണം അവിടെ. थोड़ा सा छोड़ देना है. അനാഥനും പരദേശിയും വിധവയും ഒക്കെ വന്നിട്ട് പറിക്കാൻ വേണ്ടി കുറച്ച് വിടണം. अनाथों और परदेशियों को आकर उठाने के लिए थोड़ा वहां पर छोड़ അപ്പൊ देना है. യഹൂദ വലിയ ബുദ്ധിമാനാ. तो यहूदी काफी दिमाग वाले थे. ദൈവവചനത്തിന്റെ കൽപ്പന പ്രമാണിക്കുകയും വേണം, परमेश्वर की वचन की कल्पना को कल्पना मानना भी लंघिकരുത്. है, वो उल्लंघन भी नहीं कर എന്നാ വിട്ട് सकते, കളയാൻ മനസ്സുമില്ല. लेकिन उन्हें छोड़ने की इच्छा അവൻ भी എന്ത് नहीं थी. ചെയ്യുന്നറിയാമോ? उन्होंने क्या അവൻ किया? പറിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും, उन्होंने उठाकर लेके जाने के നല്ല बाद പഴമെല്ലാം അങ്ങ് പറിച്ചു മാറ്റും. अच्छा फल उठा പിന്നെ लिया. വിടുന്നത് ഏതായിരിക്കും അറിയോ? फिर जो ഈ छोड़ते हैं പുഴു ना, കടിച്ചതും वो ये जो कीड़ा पकड़ा हुआ, ഷേപ്പ്ലെസ് ആയിട്ടുള്ളത് അവിടെ ഇട്ടേക്കും. जो शेपलेस है वो सब डाल വചനം देते हैं. പ്രമാണിച്ചോ? वचन के अनुसार പ്രമാണിച്ചു, वचन പക്ഷേ का अनुसार കളയാനുള്ളത് അവൻ पालन പറിക്കാതെ किया, വിട്ടത്. लेकिन जो फेंकना है वो फेंक भी दिया. അപ്പൊ മീഖയെ പോലുള്ളവർ വന്ന് തപ്പുമ്പോൾ പിന്നെ കിട്ടുന്നത് ഏതാണെന്നറിയാമോ? जब मीखा जैसे लोग जब आकर ढूंढते तो ഈ उन्हें क्या मिलता है? യഹൂദൻ എന്ന് പറയുന്ന ബുദ്ധിമാൻ വിട്ടുപോയ ആ പുഴുക്കുത്ത് പിടിച്ചതാ പിന്നെ കിട്ടുന്നത്. ये जो बुद्धिमान यहूदियों ने छोड़कर गया था, कीड़ा पकड़ा हुआ सामान उसे ഈ मिलता है. കാലഘട്ടത്തിന്റെ പ്രശ്നം, इस युग का एक നാം प्रश्न കൊതിക്കുന്നത്, मुसीबत, हम तो चाहते हैं, ഹല്ലേലൂയ, പുഴുക്കുത്തുള്ള ഇല്ലാത്ത പ്രവാചകന്മാരെയാ. आमेन, ऐसी भविष्यताएं जिसमें थोड़ी भी अशुद्धियां नहीं है. നാം കൊതിക്കുന്നത് हम ऐसे चाहते हैं പുഴുക്കുത്തില്ലാത്ത തലപ്പഴമാകുന്ന അപ്പോസ്തലന്മാരെയാ. भक्त परमेश्वर के बिना अशुद्धि वाले परमेश्वर के अपोस्तल को നാം चाहते हैं. കൊതിക്കുന്നത് हम जिनको चाहते പാസ്റ്റർ हैं പി.എസ്. ശാമുവേലിനെ പോലുള്ള ഭക്തന്മാരെയാ. पास्टर पी.ए. शैमुएल की तरह जीने वाले भक्त लोग നാം हैं. കൊതിക്കുന്നത് हम जिनको चाहते हैं വാര്യാപുരം യോനാച്ചാനെ പോലെയുള്ള പ്രവാചകന്മാരെയാ. वार्यापुरम योनाचान के समान के പക്ഷെ നമുക്ക് भविष्यताओं को കിട്ടുന്നത് है. लेकिन जो हमें मिलता പുഴുക്കുത്തുള്ള है പഴങ്ങളെയാ. कीड़ा वाला फल ഇതാണ് ഈ है. കാലഘട്ടത്തിന്റെ പ്രശ്നം. ये है इस युग की प्रश्न ഞാൻ ഇന്ന് मुसीबत. രാവിലെ ഓർത്തൊരു കാര്യം, आज सुबह जो मैंने ഈ सोचा, വാര്യാപുരം യോനാച്ചാനും പാസ്റ്റർ പി.എസ്. ശാമുവേലും ചേട്ടനും അനിയനുമാ. ये वार्यापुरम योनाचान और पास्टर पी.ए. शैमुएल भाई भाई है, സ്വന്തം ചേട്ടനും അനിയനുമാ. सगे भाई भाई है. ഹല്ലേലൂയ. വാര്യാപുരം യോനാച്ചാനെ സ്നാനപ്പെടുത്തിയത് പി.എസ്. ശാമുവേലാണ്. वार्यापुरम योनाचान को बपतिस्मा पास्टर पी.ए. शैमुएल ने दिया था. यहाँ पर बैठकर मैंने ऐसे सोचा, क्या ഈ है, ഒരു കുടുംബത്തിൽ ഇത്ര വലിയ രണ്ട് ദൈവദാസന്മാർ ഒന്നിച്ചെങ്ങനെ വരുന്നത്? एक परिवार के अंदर सामर्थ्य दो भक्त लोग कैसे निकल सकते ചേട്ടന്റെ हैं? അനിയന്റെ മേൽ ഒരുപോലെ സാധാരണ ദൈവശക്തി बड़ा भाई और छोटे भाई दोनों में एक ही समान परमेश्वर का सामर्थ, ഉണ്ട് കേട്ടോ. ऐसा होता ചില है. കുടുംബങ്ങളെ കർത്താവ് സ്പെഷ്യലായിട്ട് തിരഞ്ഞെടുക്കും. किसी परिवारों को परमेश्वर वैसा चुन कर लेता है. അതിനകത്തുള്ളവരെല്ലാം സ്ട്രോങ് ആയിരിക്കും, उसके अंदर के हर एक लोग बलवंत रहेंगे. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. आप आपके परिवार के लिए प्रार्थना करें. ശിഷ്യന്മാരിൽ യാക്കോബും യോഹന്നാനും यीशु का चेले याकूब और यूहन्ना രണ്ടുപേരും നല്ല സ്ട്രോങ് ആയിരുന്നു. दोनों काफी बलवंत थे. പത്രോസും ആൻഡ്രൂസും पत्रोस और आंद्रियस भाई भाई थे, ചേട്ടനും അനിയനുമായിരുന്നു. भाई भाई थे. ഹല്ലേലൂയ. हालेलुया. ധന്യവാദ് യേശു. കേൾക്കുന്നുണ്ടല്ലോ എല്ലാവരും? क्या आप ध्यान से सुन रहे താങ്ക് യു हो? ഹോളി സ്പിരിറ്റ്. ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ അഗ്രഗണ്യർ പുറത്തിറങ്ങണം. एक परिवार से ही पवित्र लोग भक्त लोग बाहर आने पाए. തലപ്പഴം നമുക്ക് വേണം. हमें उत्तम फल हमें ഈ चाहिए. കാലഘട്ടത്തിലെ സഭയുടെ പ്രശ്നം, इस युग का एक मुसीबत, ഈ കാലഘട്ടത്തിൽ തലപ്പഴങ്ങളില്ല. इस युग में अच्छी फलें नहीं है. പുഴുക്കുത്തു വന്ന കുറെ പേര്. कीड़ाओं से लगा हुआ നമുക്ക് बहुत फल. മാറണം പ്രിയമുള്ളവരെ. हमें बदलना है प्रियो. ഒരു വലിയ കൊയ്ത്തിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ये ജീവിക്കുന്നത്. बहुत बड़ी कटनी का युग में हम जी रहे हैं. കൊയ്ത്തും ഫലശേഖരം കഴിഞ്ഞു ഞാനോ രക്ഷിക്കപ്പെട്ടില്ല എന്ന് കരഞ്ഞ ഒരു ജെറമ്യാവുണ്ട്. कटनी होने के बाद मेरा उद्धार नहीं हुआ बोलकर रोने वाला एक जरम्या है. ഹാർവസ്റ്റ് നമുക്ക് മിസ്സാകരുത്. हमें इस अंत के युगों का कटनी हमें मिस नहीं करना है. ശുശ്രൂഷ നമുക്ക് മിസ്സാകരുത്. इस अंतिम युग की सेवकाई हमें नष्ट नहीं होना है. നിങ്ങളോട് പറയാം, मैं जो विश्वास करता हूँ आपसे कहता हूँ, ഉണർവിന് ദേശങ്ങൾ
കൂട്ടം കൂട്ടമായി Amen, amen, amen. കർത്താവിലേക്ക് വരുന്ന ഒരു കാലഘട്ടമുണ്ട്. Amen. अंतिम युग में राज्य राज्य मिलकर परमेश्वर के करीब आने वाला एक समय है. ഞാനത് വിശ്വസിക്കുന്നു. मैं वो विश्वास करता വചനം हूँ. അങ്ങനെ പറയുന്നത്. वचन ऐसा कहता है. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന്. अंत के युग में मैं सारे लोगों के ऊपर मेरी आत्मा को ഈ उंडेलूंगा. യുഗത്തിന്റെ അവസാനം വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും. इन दिनों के अंतिम दिनों में एक बहुत बड़ा काम परमेश्वर का प्रकट വചനത്തിൽ होगा. നിന്നുള്ള ഒരു തെളിവൂടെ പറയാം. वचन से एक और सबूत मैं മീൻ कहता പിടിക്കാൻ हूँ. പോയ 7 ശിഷ്യന്മാർ मछली पकड़ने गया था 7 चेले लोग. 7 ആഗോള സഭയെ കാണിക്കുന്നു. 7 कलीसिया को दिखाता है. 7 സഭകളല്ലേ വെളിപ്പാടിലുള്ളത്. 7 कलीसिया प्रकाशित वाक्य में कहा गया. 7 कलीसिया, 7 कलीसिया के स्वर्गदूत लोग. മീൻ പിടിക്കാൻ പോയൊരു 7 ആകട്ടോ. मछली पकड़ने गए थे वो भी 7 लोग थे. യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം മീൻ പിടിക്കാൻ പോയി. यीशु के पुनरुत्थान के बाद कुछ चेले जो है 7 मछली पकड़ने वापस चले गए. वो 7 लोग थे. സംഖ്യയല്ല. वो केवल एक्सीडेंटल नंबर नहीं है. 7 चेले അത് लोग. ആഗോള സഭയെ കാണിക്കുന്നതാണ്. वो पूरी कलीसिया को दिखाती है. സഭയുടെ സ്ഥാപനം മുതൽ എടുക്കപ്പെടൽ വരെയുള്ള സഭയെ കാണിക്കുന്നതാണ്. वो कलीसिया की स्थापना से लेके उठाए അവിടെ लिए जाने तक दिखाती है. അവിടെ എഴുതിയിരിക്കുന്നു. वहां पर ऐसा लिखा है. രാത്രി മുഴുവൻ ശ്രമിച്ചു. रात भर मेहनत किया പക്ഷേ വല ശൂന്യമായിരുന്നു. लेकिन जाल खाली പടക് था. ശൂന്യമായിരുന്നു. वहां नाव खाली था. പ്രഭാതമായപ്പോൾ सुबह जब हुआ യേശു കർത്താവ് കരയിലെത്തി. यीशु जब किनारे पहुंचा വല്ലതും പിടിച്ചോ എന്ന് ചോദിച്ചു. कुछ मिला है क्या पूछा. യേശുവിന്റെ ചോദ്യം വല്ലതും പിടിച്ചോ यीशु ने എന്ന്. पूछा क्या तुमने कुछ पकड़ा. മറുപടി उत्तर രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും रात भर ഞങ്ങളുടെ मेहनत വല करने के बाद ഖാലിയാ. भी हमारा जाल യേശു खाली എന്താ है. പറഞ്ഞത്? यीशु ने क्या कहा. ഹല്ലേലൂയ. വലതുഭാഗത്ത് വലയിട്. दाहिनी ओर तुम जाल को बिछाओ. പണ്ടൊരിക്കൽ പത്രോസിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ पहले एक बार जब पतरस से यीशु ने ऐसे പത്രോസ് कहा था. കുറേ തൊടുനായങ്ങൾ പറഞ്ഞു. पतरस ने बहुत सारे बहाने അല്ലേ? बनाए थे. എന്തൊക്കെ പറഞ്ഞു? क्या क्या कहा ഗുരു, था. രാത്രി गुरु മുഴുവൻ അധ്വാനിച്ചതാ, रात भर मैंने मेहनत किया है, ഒന്നും കിട്ടിയില്ല, कुछ मिला नहीं है, എങ്കിലും നിന്റെ വാക്കിന് फिर വലയിറക്കുന്നു. भी तेरे कहने पर मैं जाल ഈ बिछाता പ്രാവശ്യം हूँ. പത്രോസ് സൈലന്റാ. लेकिन इस बार पतरस ने कुछ നിങ്ങൾ ആ नहीं വചനം ഒന്ന് कहा. വായിച്ചു നോക്കണേ. അവിടെ പത്രോസ് പറഞ്ഞില്ല ഗുരു ഞങ്ങൾ ഒത്തിരി അധ്വാനിച്ച, അല്ല ഞങ്ങൾ ഒത്തിരി അധ്വാനിച്ച കേട്ടോ, കിട്ടത്തില്ല കേട്ടോ, ഇതൊന്നും പറഞ്ഞില്ല. മിണ്ടാതെ വലയിട്ടു. वहां पर पतरस ने कुछ बहाना बनाया नहीं, वो കാരണം പഴയ चुपचाप പത്രോസ് डाल അല്ല, दिया. 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്ന പത്രോസ്. अब ये पुराना पतरस नहीं है, 3.5 ഈ साल यीशु के തൊടുനായകളൊക്കെ साथ അങ്ങ് चला हुआ നിർത്തി. पतरस है. തൊടുനായകൾ. बहाना बनाना बंद करके, ന്യായം പറച്ചിലൊന്നുമില്ല. कुछ बहाना नहीं അവൻ बनाना है. പെട്ടെന്ന് വലയിട്ടു. उसने तुरंत ही വല डाल दिया നിറഞ്ഞു. और വല वहाँ നിറഞ്ഞു. मछली जाल भर गया. വചനം പറയുന്നത് वचन कहता है കരയ്ക്ക് എത്തിയത് കൊണ്ട് വള്ളത്തെ കയറ്റേണ്ടി വന്നില്ല, വലിച്ചങ്ങ് കരയെ കയറ്റി. आमेन. वो किनारे तक आ गया था, इसे नाव पर लेना भी नहीं पड़ा, खींचकर किनारे की ओर ले ഞാൻ लिया. വിശ്വസിക്കുന്നു मैं विश्वास करता യേശു हूँ. മടങ്ങി വരുന്ന പ്രഭയേറുന്ന പ്രഭാതത്തിൽ आमेन. जिस वक्त यीशु आएगा उस भोर को, ഹല്ലേലൂയ, പെട്ടെന്ന് ഒരു വല നിറയുന്ന അവസ്ഥ आमेन आमेन आमेन, സഭകൾക്കുണ്ടാകും. जल्दी से ही अचानक से कलीसिया भरने The का last एक अवस्था होगा. attempt of grace. ഹല്ലേലൂയ. आखिरी युग कृपा का. കൃപയുടെ അവസാന പരിശ്രമം, കുറെ പേരെ കൂടെ വലിച്ചെടുക്കാനുള്ള പരിശ്രമം. आमेन. उस कृपा का अंतिम परिश्रम अनेक लोगों को और भी खींच कर അതുകൊണ്ട് लेने ഞാൻ आने वाला. വിശ്വസിക്കുന്നു, तो मैं विश्वास करता हूँ അന്തിമ കാലഘട്ടത്തിലെ തലമുറ അസാധാരണ ദൈവപ്രവൃത്തി കാണുന്ന തലമുറയാണ്. अंतिम युगों का जनरेशन पीढ़ी असाधारण बातों को गवा देने वाली पीढ़ी യെരമ്യാവിനെ പോലെ പ്രാർത്ഥിച്ചാട്ട് यिर्मयाह के समान प्रार्थना കൊയ്ത്തും करें. ഫലശേഖരവും കഴിഞ്ഞു. कटनी बीत गई, പക്ഷേ ഇനിയും ചിലത് ബാക്കിയുണ്ട്. കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചാട്ട് लेकिन अभी भी थोड़ा बाकी है. ऐसा रोते സഭയ്ക്കകത്ത് हुए ചില प्रार्थना करें. തലപ്പഴങ്ങൾ എഴുന്നേൽക്കണം. कलीसिया के अंदर से कुछ उत्तम फल ചില खड़े സാധാരണ होना है. പ്രവാചകന്മാർ എഴുന്നേൽക്കണം. असाधारण भविष्यवक्ता लोग खड़े ഓർഡിനറി होना है. മിനിസ്ട്രി അല്ല നമുക്ക് വേണ്ടത്. एक साधारण सेवकाई नहीं हमें चाहिए. പുഴുക്കുത്തു വന്ന മിനിസ്ട്രി അല്ല നമുക്ക് വേണ്ടത്. कीड़ाओं से भरा हुआ सेवकाई नहीं ഞാൻ हमें എവിടെയാ चाहिए. പറഞ്ഞത് ഓർക്കുന്നില്ല. मैंने कहा मैं याद नहीं ഒരു कर പക്ഷേ रहा. ആവർത്തനമായിരിക്കും. व्यवस्था विवरण पे A होगा. weak Christian is a tool in devil's hand. Hallelujah. एक बलहीन दुर्बल विश्वासी शैतान के हाथ का हथियार है. നിങ്ങൾ ഒരു വീക്ക് ക്രിസ്ത്യൻ ആണെങ്കിൽ अगर आप एक दुर्बल मसीह है तो സാത്താൻ നിങ്ങളെ ഉപയോഗിക്കും. तो शैतान आपको So इस्तेमाल be a करेगा. strong Christian. इसके लिए एक बलवंत मसीह बन പുഴുക്കുത്തു जाओ. വന്ന ഭക്തന്മാരെ അല്ല ഈ കാലഘട്ടത്തിന് ആവശ്യം. कीड़ा से भरा हुआ परमेश्वर के भक्त लोग को नहीं चाहिए. इन കഴിഞ്ഞ दिनों ദിവസം ഞാൻ में പറഞ്ഞു, मैंने कहा ലോക पिछले दिन ചരിത്രത്തിൽ ഏറ്റവും ശക്തമായ സഭാ വളർച്ച ഉണ്ടായത് इस संसार पे काफी सामर्थ और में कलीसिया की बढ़ोतरी कम ഒന്നാം हुई है. നൂറ്റാണ്ടില്ല. वो पहली सदी में हुई ആണോ? थी. ഒറ്റ നൂറ്റാണ്ട് കൊണ്ട് उसी पहली सदी സഭ में എല്ലാ ഭൂഖണ്ഡത്തിലും എത്തി. और कलीसिया सारे कॉन्टिनेंट्स में पहुंच गया. പൗലോസൊക്കെ എന്തൊരു ശുശ്രൂഷ ചെയ്തല്ലേ. पौलुस ने क्या सेवकाई किया है. ഇന്റർനെറ്റ് ഇല്ല, इंटरनेट नहीं था, व्हाट्सएप नहीं था, इंस्टाग्राम नहीं था, सोशल मीडिया नहीं थे, एरोप्लेन नहीं था, ട്രെയിൻ ഇല്ല, ट्रेन्स नहीं थे. ഇതെല്ലാം നമുക്കുണ്ട്. ये सब हमारे लिए है.
എന്നിട്ടും നമുക്ക് പറ്റാത്ത ശുശ്രൂഷ फिर भी जो हम नहीं कर पा रहे वो सेवकाई പൗലോസ് ചെയ്തു. पौलुस ने किया. അതെന്താ കാരണം എന്നറിയാം? उसका कारण क्या है? പൗലോസ് എന്ന വ്യക്തിയുടെ ഫെസിലിറ്റീസിന്റെ മിടുക്കല്ല, वो पौलुस नामक व्यक्ति का उपलब्ध होने का फैसिलिटीज का मतलब नहीं है. उसके ऊपर व्यापार करने वाले उस अनुग्रह की सामत है. അസാധാരണ കൃപ വ്യാപരിച്ച, एक असाधारण अनुग्रह यदि व्यापार करने लगे, അസാധാരണ കൃപ വ്യാപരിച്ച, असाधारण कृपा यदि आपके ऊपर फैलने लगे, ഒന്നും വേണ്ട കേട്ടോ. तो हमें कुछ और की जरूरत ഈ नहीं है. ഫെസിലിറ്റി ഒന്നും വേണ്ട കേട്ടോ. तो ये फैसिलिटीज की जरूरत नहीं है. ദേശങ്ങൾ വിടുവിക്കപ്പെടും, राज्य बचाया जाएगा. കൃപയില്ലാത്തവൻ എന്ത് ഫെസിലിറ്റി ഉണ്ടായിട്ട് എന്താ കാര്യം? जिनमें कृपा नहीं है और सारा फैसिलिटीज होके क्या मतलब? അസാധാരണ കൃപയാ. उस जो हमें चाहिए असाधारण कृपा हमें चाहिए. ദൈവത്തിന്റെ അസാധാരണ കൃപ നമ്മളിലേക്ക് ഒഴുകുവാൻ, परमेश्वर की उस असाधारण कृपा हम पर बहने के लिए, പ്രാർത്ഥനയും असाधारण प्रार्थना, അസാധാരണ സമർപ്പണവും, असाधारण समर्पण, അസാധാരണ വിശുദ്ധിയും, असाधारण पवित्रता സ്വർഗ്ഗം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആവശ്യപ്പെടുകയാണ്. परमेश्वर मुझसे और आपसे वो चाहता है. ഒന്നാം നൂറ്റാണ്ടിൽ പൗലോസ് ഉണ്ടായിരുന്നു, पहले सदी में पौलुस था. ഒന്നാം നൂറ്റാണ്ടിൽ പത്രോസ് ഉണ്ടായിരുന്നു, पत्रुस भी था. ഒന്നാം നൂറ്റാണ്ടിൽ സ്റ്റീഫൻ ഉണ്ടായിരുന്നു, पहला युग में स्टीफन स्टेफानोस भी था. ആത്മാവ് എടുത്തുകൊണ്ട് നടക്കുന്ന ഫിലിപ്പോസുമാരുണ്ടായിരുന്നു. आत्मा के द्वारा उठाए चलने वाला फिलिप्पुस लोग थे. ഒന്നാം നൂറ്റാണ്ടിൽ पहली ഒരു सदी में സാത്താനും തടയാൻ പറ്റാത്ത അഭിഷേകമായി തിമോത്തിയോസ് ഉണ്ടായിരുന്നു. एक कोई शैतान रोक नहीं सकता था, वैसा एक तिमोथी था. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, मैंने कई बार कहा है തിമോത്തിയോസിനെ സാത്താന് തടയാൻ പറ്റിയില്ല. तिमोथियुस को शैतान रोक नहीं पाया. പല പ്രാവശ്യം എന്റെ പ്രസംഗങ്ങൾ ഇതൊക്കെ തന്നെ എപ്പോഴും. कई बार मैंने ये कहा है. ഹല്ലേലൂയ. തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നു, थेसलोनिका में हम देख सकते പറയാണ്, हैं पौलुस कहता है, ഒന്ന് രണ്ട് വട്ടം ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഏറ്റവും ഉത്സാഹിച്ചു, പക്ഷേ സാത്താൻ എന്നെ തടഞ്ഞെന്ന്. मैंने तुम्हारे पास आने की कोशिश की, शैतान ने मुझे रोका. പൗലോസിനെ സാത്താൻ തടഞ്ഞു. पौलुस को शैतान ने रोका. അടുത്ത അധ്യായത്തിൽ പൗലോസ് എഴുതി, अगले आयत में पौलुस ने लिखा, തിമോത്തിയോസിനെ അങ്ങോട്ട് അയച്ചത്. मैं तिमोथियुस को वहां पर भेजा. तो मेरा प्रश्न, ഹല്ലേലൂയ, പൗലോസിനെ തടഞ്ഞ സാത്താൻ എന്തുകൊണ്ട് തിമോത്തിയോസിനെ തടയാൻ പറ്റിയില്ല? पौलुस को रुकावट डालने वाला शैतान तिमोथी को क्यों नहीं रोक पाया? അതുകൊണ്ട് പൗലോസ് എഴുതിയത്, इसके लिए पौलुस ने लिखा, തിമോത്തിയോസ് നിന്റെ കയ്യിലുള്ള കൃപാവരത്തെ ഉപേക്ഷിക്കരുത് കേട്ടോ, ഉപേക്ഷിക്കാൻ വിചാരിക്കല്ലേ. കാരണം എന്നെ തടഞ്ഞ പിശാചിന് നിന്നെ തടയാൻ പറ്റാത്ത ഒരു അഭിഷേകം നിന്റെ അകത്തുണ്ട്. इसलिए पौलुस ने तिमोथियुस से कहा, हे बेटा तिमोथियुस, जो अभिषेक तेरे अंदर है तो उसे हल्का मत समझना, क्योंकि जो शैतान मुझे रोक नहीं पाया, वो जो रोका लेकिन तुझे रोक नहीं पाया, एक असाधारण अभिषेक तेरे अंदर है. എന്റെ വിശ്വാസം പറയാ, मेरा विश्वास कहता हूँ, मेरा विश्वास से कहता हूँ, മുമ്പോട്ട് പോകുമ്പോൾ एक एक पीढ़ी जैसे आगे बढ़ती जाती കൃപ है, കൂടത്തേ ഉള്ളൂ. कृपा कम नहीं होती है, कृपा बढ़ती जाती है, कृपा बढ़ती जाती है. എന്റെ മക്കൾക്ക് എന്നെക്കാട്ടിൽ അഭിഷേകം ഉണ്ടാകട്ടെ, मेरे बच्चों को मुझसे बढ़कर अभिषेक होने पाए, കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മളെക്കാട്ടിൽ അഭിഷേകം ഉണ്ടാകട്ടെ. हमारे हर नौजवानों को हमसे बढ़कर अभिषेक होने पाए. പിശാചിനെ പലയിടത്തും ഒതുക്കാൻ പറ്റി, शैतान ने हमें कई बार रोकना चाहा, നമ്മുടെ കുഞ്ഞുങ്ങളെ ഒതുക്കാൻ പറ്റാത്ത അഭിഷേകവുമായി അവർ പുറത്തു വരട്ടെ. लेकिन हमारे बच्चों को वो रोक न सके, वैसा अभिषेक के साथ वो बाहर आने पाए. ഹല്ലേലൂയ, हालेलुया. എന്റെ പപ്പ ശുശ്രൂഷയിൽ നിന്ന മനുഷ്യനാ, मेरे पिताजी सेवकाई में പക്ഷെ थे, എന്റെ പപ്പയുടെ ശുശ്രൂഷയെ പിശാച് റെസ്ട്രിക്റ്റ് ചെയ്തു. लेकिन मेरे पापा की सेवकाई को शैतान ने रोका. ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ, അടുത്ത ജനറേഷനിൽ मैं प्रार्थना करता हूँ, परमेश्वर എന്നെ अगली ഒതുക്കാൻ पीढ़ी में സമ്മതിക്കല്ലേ. उन्हें रोकने मत देना. അടുത്ത ജനറേഷനായി എന്നിൽ കൂടുതൽ അഭിഷേകം വേണം, तो अगली जनरेशन मुझ में अधिक എന്റെ अभिषेक മകന്റെ चाहिए. തലമുറയാകുമ്പോൾ मेरा എന്നെക്കാട്ടിലും बेटा का അഭിഷേകത്തോടെ അവൻ generation നിന്നെ होगा, മതിയാകത്തുള്ളൂ. तो मुझसे भी अधिक अभिषेक में उसको खड़ा होना पड़ेगा. ചരിത്രം അതാ പഠിപ്പിക്കുന്നത്. इतिहास वो सिखाती है. അബ്രഹാമിൽ നിന്ന് ഇസ്ഹാക്കിലേക്ക്, अब्राहम से इसहाक ഇസ്ഹാക്കിൽ നിന്ന് യാക്കോബിലേക്ക്, इसहाक से याकूब യാക്കോബിൽ में, നിന്ന് ജോസഫിലേക്ക് याकूब से यूसुफ में ഒരു വളർച്ച നമുക്ക് കാണാം. एक बढ़ोतरी हम ഒരു देख വളർച്ച सकते हैं. നമുക്ക് കാണാം. एक बढ़ोतरी हम देख सकते हैं. അബ്രഹാം ക്ഷാമം വന്നപ്പോൾ अब्राहम जब അവൻ शालूम पर മിസ്രൈമിലേക്ക് आया, പോയി. वो मिस्रैम पर गया. ഇസ്ഹാക്കിന്റെ മേൽ ക്ഷാമം വന്നപ്പോൾ इसहाक के ऊपर जब अकाल आया, ക്ഷാമത്തെ അതിജീവിക്കാനുള്ള കൃപ കൂടി. अकाल को जीतने का एक अनुग्रह उससे मिला. അബ്രഹാം മിസ്രൈമിലേക്ക് പോയി. अब्राहम मिस्र पर गया. ഇസ്ഹാക്കിനോട് ദൈവം പറഞ്ഞു, इसहाक से നീ कहा, പോകരുത്, तू मत നീ जाना, നിൽക്കുന്നിടത്ത് നീ കുഴികൾ കുഴിക്കുക. तू जहाँ पर खड़ा है वहाँ നീ पर कुआं നിൽക്കുന്നിടത്ത് खोदो. കുഴികൾ കുഴിക്കുക. तू जहाँ पर खड़ा है वहीं हालेलुया, पर ഞാൻ कुआं ഇതിനെ खोदो. നിറയ്ക്കും. मैं उसे भरूंगा. ഓ, ഈ ദേശത്ത് നിനക്ക് കിണറുകൾ ഉണ്ടാകും. इस देश में तेरे लिए कुआएं मिलेंगी. കിണറുണ്ടെങ്കിൽ, कुआं है കിണറ്റിൽ तो, വെള്ളമുണ്ടെങ്കിൽ अगर कुआं में നിന്റെ पानी है പാടത്ത് तो വെള്ളം കാണും. तेरे खेती നീ में पानी വിതയ്ക്കുന്നത് रहेगा. 100 മേനി കൊയ്യും. तू जो बोएगा वो 100% അപ്പോൾ काटेगा. അപ്പൻ പ്രതികരിച്ചതുപോലെയല്ല पिता ने जैसा മകൻ प्रतिक्रिया वैसा ക്ഷാമത്തോട് वैसा പ്രതികരിച്ചത്. नहीं. बेटा ने सामत के साथ
की അടുത്ത क्रिया किया। തലമുറ അഡ്വാൻസ്ഡ് കേട്ടോ. अगली पीढ़ी एडवांस्ड है। നമ്മുടെ മക്കളൊക്കെ ടെക്നോളജിയിൽ അഡ്വാൻസ്ഡ് അല്ലേ? हमारे बच्चे जो है वो टेक्नोलॉजी में Let our एडवांस्ड children है। be advanced in their anointing also. हमारे संतान अभिषेक में एडवांस होने നമ്മുടെ दे। കുഞ്ഞുങ്ങൾ അഭിഷേകത്തിൽ അഡ്വാൻസ്ഡ് ആയി മാറട്ടെ. हमारे बच्चे लोग अभिषेक में एडवांस होने ഞാൻ दे। വിശ്വസിക്കുന്നത് मैं പറയാം. विश्वास करता हूँ, वो कहता हूँ ഇന്ത്യയിൽ ഞങ്ങളുടെ തലമുറ इंडिया में हमारी पीढ़ी ഓ കണ്ണുനീരോട് കൂടെ വിതയ്ക്കുന്നു. रोने के साथ वो बोते ഇന്ത്യയിൽ हैं। ഞങ്ങളുടെ തലമുറ इंडिया में हमारी पीढ़ी ഒഴുക്കുന്നു. पसीने बहाते हैं। ഇന്ത്യയിൽ ഞങ്ങളുടെ തലമുറ इंडिया में हमारी ജയിലുകളിൽ पीढ़ी പോകുന്നു. जेल में जा ഇന്ത്യയിൽ रहे ഞങ്ങളുടെ हैं। തലമുറ इंडिया ഭയപ്പെടുന്നു. में हमारी पीढ़ी പക്ഷേ भयभीत അടുത്ത हो ഒരു रहे हैं। തലമുറ എഴുന്നേറ്റ് വരുന്നുണ്ട്. लेकिन अगला एक पीढ़ी ഒരു उठ खड़े हो रही തീമോഥെയോസിന്റെ है। തലമുറ एक तीमुथियुस की ഞങ്ങളെ पीढ़ी ഒതുക്കിയ പിശാചിനെ जो शैतान ने हमें रोक रखा था, ഒതുക്കാൻ പറ്റാത്ത കൃപാവരങ്ങളുമായി रोक नहीं सकता കുഞ്ഞുങ്ങളെ वैसे പ്രാർത്ഥിച്ചു वरदानों के തുടങ്ങിക്കാട്ടെ. साथ प्रार्थना करना आरंभ करे। എനിക്ക് അടുത്ത ജനറേഷനെ കുറിച്ച് मुझे एक अगले जनरेशन വലിയ के बारे പ്രതീക്ഷയാ. में एक बहुत बड़ा एक्सपेक्टेशन എനിക്ക് അടുത്ത है। ജനറേഷനെ കുറിച്ച് मुझे വലിയ अपनी पीढ़ी പ്രതീക്ഷയാ. के बारे में बहुत बड़ा എന്റെ उम्मीद है। പ്രാർത്ഥനയാതാ मेरी प्रार्थना वही है, നാളെയുടെ നാളുകളിൽ कल के ഈ दिनों में കുഞ്ഞുങ്ങൾ അസാധാരണ അഭിഷേകമായി നിൽക്കണം. ये बच्चों का साधन अभिषेक के साथ खड़े होना है। ഞങ്ങൾ ഒഴുക്കിയ വിശർപ്പിന്റെ, हमने जो बहाया पसीने का, ഞങ്ങൾ ഒഴുക്കിയ രക്തത്തിന്റെ, हमने जो बहाया लहू ഞങ്ങൾ का, പൊടിച്ച കണ്ണുനീരിന്റെ हमने जो बहाया आंसू ഹാർവസ്റ്റ് का, എടുക്കുന്ന ഒരു തലമുറ, आमेन, कटनी लेने वाला एक पीढ़ी കണ്ണുനീരോട് കൂടെ വിതയ്ക്കുന്നവർ जो आंसू के साथ बोता ആർപ്പോടെ है, കൊയ്യുമെന്ന് വചനം പറയുന്നു. खुशियों के साथ उसे I काटता है। pray. मैं प्रार्थना करता हूँ, pray. मैं प्रार्थना करता हूँ। നിങ്ങൾക്കറിയാമോ ഇന്ത്യയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? क्या आप प्रार्थना करते हो ഞാൻ कि ആത്മാവിൽ പ്രവചിക്കാം. मैं आत्मा में भविष्यवाणी ദൈവാത്മാവ് देता എന്നോട് हूँ। പറഞ്ഞത് तो വർഷങ്ങളായി आत्मा ने जो പറയുന്നത്, मुझसे कहा, सालों से जो मुझसे ദൈവാത്മാവിനോട് कह रहा വർഷങ്ങളായി है, പറയുന്നൊരു കാര്യം, सालों से पवित्र आत्मा ഇരമ്യാവിനോട് मुझसे कह ദൈവം रही പറഞ്ഞു, है। यिर्मयाह से परमेश्वर ने അനാഥോത്തിലെ कहा, വയൽ നീ വാങ്ങിക്കുക. अनाथोत का वो खेत को तू खरीद ഓ ले। ഹല്ലേലൂയ. എന്താ ഉറപ്പ്? क्या है assurance? ഒരു കാലം മടങ്ങി വരും. एक युग ഈ लौट आएगा। ദേശത്തിന് കൊയ്ത്തുണ്ടാകും. इस देश में ഈ खटनी ദേശത്തിന് होगा। വിതയുണ്ടാകും. इस देश में खटनी അതുകൊണ്ട് നീ होगा। ധൈര്യമായിട്ട് വാങ്ങിച്ചു. इसलिए तू हिम्मत ഞാൻ के മോർണിംഗ് साथ उसे ടൂവിന് ഒരു खरीद ദിവസം ले। പ്രസംഗിച്ച വചനമാണ്. मैंने मॉर्निंग टू में एक बार ये ഞാൻ संदेश ചോദിച്ചു, दिया था। കർത്താവേ, ഇന്ത്യയുടെ ഭാവി എന്താണ്? मैंने पूछा परमेश्वर, इंडिया का ദൈവാത്മാവോട് फ्यूचर ഇന്ത്യയുടെ क्या है? ഭാവി ഇരുളടഞ്ഞതല്ല. परमेश्वर ने कहा कि इंडिया का ഈ फ्यूचर തലമുറ अंधकार ഈ नहीं है। തലമുറ ഇരമ്യാവിന്റെ ये തലമുറയാണെങ്കിൽ, पीढ़ी यिर्मयाह का पीढ़ी है। ഓ तो പ്രാർത്ഥിക്കുന്ന ദാനിയേൽമാരുണ്ടെങ്കിൽ, प्रार्थना करने वाले പാർസി दानिയേल है। ദേശത്തിന്റെ तो പ്രഭുവിനെ വെട്ടിവീഴ്ത്തി पारसी देश के राजा को ജനത്തെ हराकर മടക്കിക്കൊണ്ടുവന്ന് प्रजा को वापस पुरातन लौटाकर शून्यങ്ങളെ लेकर आने പണിത്, वाला, शून्यताओं को बनाने പുരാതന वाला, ശൂന്യങ്ങളെ പണിത് पुरानी शून्यताओं को അമ്മാ ലമാ बनाने ശകന वाला। റംതനെ शेते रेखे माना बरबा शतुना हस्तल खमना बरबा शेते സ്വർഗ്ഗദൂതന്മാർ रेखे स्वर्गदूत लोग കൂടെ നിൽക്കുന്ന साथ खड़े रहने ഒരു वाला ജോഷുവയുടെ തലമുറ एक എഴുന്നേൽക്കാൻ जोशुआ की पीढ़ी खड़े होने वाली है। നിജ രാവിലെ പറഞ്ഞു, आज सुबह मैंने कहा, സെഖര്യാവ് 3-ൽ जकरिया 3 ജോഷുവ अध्याय में ദൈവസന്നിധി ചെന്ന് നിൽക്കുക. जोशुआ जाकर परमेश्वर के सामने जोशुआ खड़ा होता है। निल्कुമ്പോൾ जोशुआ जब खड़ा വചനം था, പറയുന്നു, उसने कहा അവൻ ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്. वो अकेला नहीं खड़ा ഒരു है। സൈഡിൽ एक तरफ യഹോവയുടെ ദൂതൻ നിന്നു. यहोवा का स्वर्गदूत നിങ്ങൾക്കെല്ലാം खड़ा था। ആത്മാവിൽ ഞാനൊരു ദൂത് വിളിച്ചു मैं പറയാം. आत्मा में वाणी देता നീ हूँ, നിൽക്കുന്നതിന്റെ വലതു ഭാഗത്ത് जहाँ पर तू खड़े थे दाहिनी ओर സ്വർഗ്ഗദൂതന്മാർ ഇറങ്ങി നിന്റെ കൂടെ നിൽക്കാൻ പോകുക. स्वर्गदूत उतर कर तेरे साथ ഈ खड़े होने തലമുറയിൽ, वाले हैं। इस पीढ़ी ഈ में, തലമുറയിൽ, इस पीढ़ी में, കൊയ്ത്തിനായി ഒരുക്കപ്പെട്ട തലമുറയിൽ, इस अकेलेपन अनुभव करने वाला पीढ़ी में, कटनी के लिए जो बुलाया पीढ़ी के ऊपर, कटनी के लिए, फसल के कटनी लिए, के लिए बुलाया इस पीढ़ी के लिए, ഹാർവസ്റ്റിന് വേണ്ടി എഴുന്നേൽപ്പിച്ച തലമുറയിൽ कटनी के लिए बुलाया അവർ वाला इस पीढ़ी ഒറ്റയ്ക്കല്ല में, നിൽക്കുന്നത്. वो अकेले नहीं खड़े അവരുടെ കൂടെ हैं, ദൈവദൂതന്മാർ ഇറങ്ങി നിൽക്കും. उनके साथ स्वर्गदूत खड़े ഞാൻ ആത്മാവിൽ रहेंगे। കാണുകയാ. मैं आत्मा में देखता നാളെയുടെ हूँ, നാളുകളിൽ आने वाले ഞങ്ങൾ दिनों में ഒരുക്കിയ വിശർപ്പിന്റെ വില, हमने जो ഹല്ലേലൂയ, पसीना बहाया ഞങ്ങൾ उसका കരഞ്ഞ कीमत, കണ്ണുനീരിന്റെ വില, हमने जो रोया उसका, ഞങ്ങൾ ഭയപ്പെട്ട ഭയപ്പാടുകളുടെ വില, हमने जो भय खाया इंडिया उसका पట్టणങ്ങളിൽ, कीमत, इंडिया के शहरों അടുത്തൊരു में തലമുറ എഴുന്നേൽക്കാൻ अगली പോകുകയാ. एक पीढ़ी खड़े होने वाली ജോഷുവയുടെ है। തലമുറയാ. वो जोशुआ की पीढ़ी ദൂതന്മാർ है, കൂടെ നിൽക്കുന്ന തലമുറ. वो स्वर्गदूत साथ खड़े होने वाली जोशुआ। पीढ़ी है। हे जोशुआ खरबाशेते ശകന, रिखवाना റംശകമന. बरबाशतुना। ആത്മാവിൽ, ആത്മാവിൽ, ആത്മാവിൽ. आराधना कर, अन्य आराधना भाषाओं कर, में अन्य लमा भाषा के शकना। साथ आराधना करे। നിങ്ങൾ അടുത്ത തലമുറയെ കണ്ടാട്ടെ. ये अगली पीढ़ी को आत्मा में പിശാച് देखे। തട്ടിക്കളിക്കുന്ന ഒരു തലമുറയല്ല. शैतान उड़ाने वाला पीढ़ी नहीं, പിശാച് തട്ടിക്കളിക്കുന്ന ഒരു തലമുറയല്ല. शैतान गेम खेलने ആത്മാവിൽ वाला എഴുന്നേൽക്കുന്ന ഒരു തലമുറ. पीढ़ी नहीं, बल्कि आत्मा में उठने वाली
वाली पीढ़ी ഇന്ന് രാവിലത്തെ ഫസ്റ്റ് സർവീസിന് आज सब पहला सर्विस നമ്മളൊരു में സാക്ഷ്യം കേട്ടു. हमने एक गवाही ഫസ്റ്റ് सुना സർവീസിന് पहले सर्विस में ബോംബെക്കാരൻ ഒരു ചെറുപ്പക്കാരന്റെ സാക്ഷ്യം. एक बॉम्बे वाले एक लड़का का ക്രിക്കറ്റ് गवाही കളിച്ചോണ്ടിരുന്നപ്പോൾ जब वो क्रिकेट खेल रहा കർത്താവ് था തൊട്ടൊരു ചെറുപ്പക്കാരൻ. परमेश्वर ने छुआ एक लड़का നമ്മൾ പണ്ടൊരു സാക്ഷ്യം കേട്ടില്ലേ, 15ാമത്തെ വയസ്സിൽ ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്നപ്പോൾ ചർച്ച തുടങ്ങിയ ഒരു ചെറുപ്പക്കാരൻ. हमने पहले भी सुना था 15 साल में क्रिकेट खेल रहा था तो कलीसिया की आरंभ कर दिया ബോംബെയുടെ ക്രിക്കറ്റ് ഫീൽഡുകളിൽ പരിശുദ്ധാത്മാവ് ചലിച്ചു തുടങ്ങട്ടെ. പിന്നെയും मुंबई के क्रिकेट फील्ड्स पे परमेश्वर की उपस्थिति फैलने पाए. ഹല്ലേലൂയ. हालेलुया. ഞാൻ റായ്പൂരിൽ പറഞ്ഞു, मैं रायपुर में कहा ആഖിരി ഹല്ലേലൂയ മിനിറ്റ് കാ ഖേൽ. ആമേൻ ആമേൻ അവസാന നിമിഷങ്ങളുടെ കളിയാകുന്നു. ഇത് ലാസ്റ്റ് വിസിൽ മുഴങ്ങുന്നതിന് മുമ്പുള്ള കളിയാണ്. ആമേൻ ये आखिरी पलों का खेल है. ബെഞ്ചിൽ ഇരുന്നത് ചിലത് മൈതാനത്ത് ഇറങ്ങാൻ പോകുകയാണ്. आमेन बेंच पर बैठे हुए कुछ लोग मैदान पर आने वाले हैं. कितने लोग समझ पाए? മനസ്സിലായില്ല. कितने लोग समझ റിസർവ് पाए? ചെയ്ത് വെച്ച ചിലതുണ്ട് കേട്ടോ. कुछ रिजर्व करके रखा था कुछ है. आत्मा उसे देखती है. ഇന്ന് വരെ അവനെ ഫീൽഡിൽ ഇറക്കിയില്ല. आज तक उसे मैदान पर സ്വർഗ്ഗം निकाला റിസർവ് नहीं ചെയ്ത് था. വെച്ച ചില തീമോഥെയോസുമാര്, स्वर्ग से देख സ്വർഗ്ഗം മറച്ചു വെച്ച ചില തീമോഥെയോസുമാര്, स्वर्ग से छिपा कर रखने वाला സ്വർഗ്ഗം कुछ മറച്ചു വെച്ച कीमती ചില लोग, തീമോഥെയോസുമാര്, स्वर्ग से छिपा कर സ്വർഗ്ഗം रखने മറച്ചു वाले വെച്ച कुछ ചില कीमती ജോഷുവമാര്. लोग, स्वर्ग ने छिपा कर रखा कुछ जोशुआ लोग. अरे कुछ खिलाड़ियों आखिरी विसिल से पहले मैदान में उतरने वाला है. ചിലരെ മൈതാനത്തിൽ ഇറങ്ങാൻ പോകുകയാണ്. खेल तो बदलने वाला है. കളി മാറാൻ आपको बगल में പോകുകയാണ്. बैठा उनसे कहो ना, खेल तो बदलने वाला है भाई. अभी आमीन. പറഞ്ഞാട്ടെ खेत बदलने खेल जा तो रहा बदलने है. वाला है. खेत बदलने जा रहा है. हेलो. हालेलुया. വേൾഡ് കപ്പ് ഒക്കെ കണ്ടിട്ടില്ലേ? വേൾഡ് കപ്പ് ഒക്കെ നിങ്ങൾ आपने वर्ल्ड कप देखा होगा ना. കുഞ്ഞുങ്ങളൊക്കെ വേൾഡ് കപ്പിന്റെ സമയത്ത് ഉറക്കം വളച്ചിരുന്ന് കാണും. ഹല്ലേലൂയ. वर्ल्ड कप हमारे बच्चे लोग नींद भी नहीं ऐसे बैठकर देखते हैं. എനിക്ക് അത്രയും വേൾഡ് കപ്പ് കാണാൻ കൊതിയില്ല, പക്ഷേ ഫൈനൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ട്. मैं पूरा देख नहीं पाता लेकिन फाइनल तो देख लेता हूं. ലാസ്റ്റ് വിസിലിന് 5 മിനിറ്റ് ഉള്ളപ്പോൾ आखिरी विसिल का जब 5 मिनट बचता ഇതുവരെ है ഗോളൊന്നും അടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. गोल नहीं मार पाया എക്സ്ട്രാ होगा. ടൈമിലേക്ക് കളി പോകുകയാ. एक्स्ट्रा टाइम पर खेल जा അപ്പോൾ रही സൈഡിൽ है നിന്ന് तो साइड पर खड़े കോച്ച് होकर മാനേജരൊക്കെ വന്നിട്ട് कोच मैनेजर ഒരു आकर ബോർഡ് കാണിക്കുന്നു അല്ലേ? एक बोर्ड ഒരു दिखाता है. സബ്സ്റ്റിറ്റ്യൂഷന്റെ ബോർഡ്. एक सब्स्टिट्यूशन का 12ാം बोर्ड. നമ്പറിനെ ഇങ്ങ് ഇറക്കിയിട്ട് 12ാം നമ്പറിനെ ഇങ്ങ് തിരിച്ചു 12 വിളിച്ചിട്ട് नंबर के आदमी को वापस बुलाकर 48ാം നമ്പറിനെ അങ്ങോട്ട് കയറ്റുകയാ. 48 അവൻ नंबर को ഇന്ന് आगे വരെ लेता റിസർവിൽ है. ബെഞ്ചിൽ ഇരുന്നവനാ കേട്ടോ. आज भी वो रिजर्व ഞാൻ बेंच पर ആത്മാവിൽ बैठा हुआ പറയുക, था. मैं आत्मा में ബെഞ്ചിൽ ഇരുന്ന कहता हूं ചിലതിനെ കർത്താവ് പുറത്തോട്ടിരാൻ बेंच പോകുകയാ. पर बैठे वाले कुछ लोग को अभी खेल परमेश्वर तो लेकर बदलने आता वाला है. है. आमीन, शैतान लिसन आमीन, हालेलुया. मी. शैतान लिसन मी. हे शैतान अरे तू सुन पन्ना ले. पिशादे. हे നീ शैतान ഇത് तू सुन പറയുന്നത് ले. കേട്ടോ. तू ये सुन ले. ഇന്ന് സഭയ്ക്കകത്ത് പറയുന്ന ദൂത് കേട്ടോ. कलीसिया के अंदर बोलने वाला वाणी तू खेल सुन तो ले. बदलने वाला है. കളി മാറാൻ खेल तो बदलने പോകുകയാണ്. वाला है. കളി മാറാൻ क्योंकि പോകുകയാണ്. यीशु ने कहा, യേശു പറഞ്ഞു पाताल का कोई भी फाटक ആമേൻ, ആമേൻ, कलीसिया के ആമേൻ, ऊपर ആമേൻ, प्रबल ആമേൻ. होने वाला नहीं है. ഒരു പാതാള ശക്തികളും കലീസിയയുടെ മേൽ അത് സഫലമാകുകയില്ല. ശകന, രാംതന, നിനക്കൊരു സ്റ്റീഫനെ കൊല്ലാം. तू एक स्टीफन को मार सकता है. നിനക്കൊരു സ്റ്റീഫനെ കൊല്ലാം. तू एक स्टीफन को പക്ഷേ मार सकता है. സ്റ്റീഫന്റെ ശവകുടീരത്തിലെ മണ്ണ് ഉണങ്ങുന്നതിന് മുമ്പ്, പുല്ല് കളിക്കുന്നതിന് മുമ്പ്, आमेन, ഇട്ടപ്പൂ आमेन, വാടുന്നതിന് आमेन, മുമ്പ്, आमेन, आमेन, ഹൽമാ आमेन, നാമ आमेन. ശഖനെ. लेकिन स्टीफन का वो मिट्टी में घास उगने से पहले ही സ്റ്റീഫന്റെ ശവകുടീരത്തിലെ പൂ വാടുന്നതിന് മുമ്പ്, स्टीफन के उस मिट्टी से उस घास उगने से അവിടെ पहले പുല്ല് ही കളിക്കുന്നതിന് മുമ്പ് वहां पर उगने से पहले ही കല്ലെറിയാൻ നേതൃത്വം കൊടുത്ത ശൗലിനെ കർത്താവ് തൊട്ടെന്ന്. एक शाऊल को परमेश्वर उठा लिया है, छू लिया हेलो? है. आमेन, हालेलुया. കേൾക്കുന്നുണ്ടോ? സ്റ്റീഫനെ ഒതുക്കാൻ പറ്റി. स्टीफन को दबा പക്ഷെ सका അടുത്ത തലമുറയിലെ ശൗല്, लेकिन अगली पीढ़ी का शाऊल ഹല്ലേലൂയ, ലോകത്തെ കീഴ്മേൽ മറിച്ചെന്ന്. ആമീൻ दुनिया को उलट പറഞ്ഞാട്ടെ. पुलट कर दिया. നിങ്ങൾ കേട്ടിട്ടില്ലേ? आमीन कहकर നിങ്ങൾ स्वीकार കേട്ടിട്ടില്ലേ? करें. आपने सुना അപ്പോസ്തല होगा ना പ്രവൃത്തി 17ാം അധ്യായത്തിൽ प्रेरितों की किताब 17 ഈ अध्याय में പൗലോസ് ഒക്കെ അങ്ങോട്ടൊന്ന് വന്നപ്പോൾ ये पौलुस जब वहां पर ഇവര് आया പറഞ്ഞ था സാക്ഷ്യമാ കേട്ടോ അല്ലേ? उन्होंने ये गवाही दिया ആര് था. പറഞ്ഞ സാക്ഷ്യമാ? क्या गवाही दिया था? നാട്ടുകാർ പറഞ്ഞ സാക്ഷ്യമാ. उस देश के लोग ഭൂലോകത്തെ बोले കീഴ്മേൽ മറിച്ചവൻ ഇവിടെ, അല്ലെ മറിക്കുന്നവൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. दुनिया को उलट पुलट करने वाले लोग इधर भी आ ഇവൻ पहुंचे हैं. ചെന്നിടത്തൊക്കെ ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചു. जहाँ जहाँ पर ये गया है वहाँ पर ഇതിന്റെ इसने തൊട്ട് दुनिया को തല उलट ചാപ്റ്റർ पुलट किया 16ാം है. അധ്യായം, പ്രവൃത്തി 16ാം അധ്യായം
प्रेरितों की किताब 16 अध्याय में ഹല്ലേലൂയ ഫിലിപ്പിയുടെ ജയിലിന്റെ അടിസ്ഥാനം പിടിച്ച് കുലുക്കിയിട്ടാ വരുന്നത്. फिलिपिया के कारागृह के बंदी गृह के ആമീൻ नींव പറഞ്ഞ് को സ്വീകരിച്ചാട്ടെ. हिलाने के बाद ये ഞാൻ लोग आए വിശ്വസിക്കുന്നത് हैं। मैं विश्वास ഈ करता തലമുറ हूँ വിശർപ്പൊഴുക്കും. इस पीढ़ी में ഈ पसीना തലമുറ बहाएगा, കണ്ണുനീരൊഴുക്കും. ये पीढ़ी आंसू എന്റെ बहाएगी। കുഞ്ഞുങ്ങളുടെ തലമുറ, मेरे बच्चे लोग का എന്റെ पीढ़ी, മക്കളുടെ തലമുറ, मेरे बच्चों का ഓ पीढ़ी, പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് പറയട്ടെ. പവിത്രാത്മാ में वाणी അടുത്ത देता हूँ। ജനറേഷനിലെ തീമോത്തിയോസുമാർ अगले पीढ़ी का तिमोथी लोग ദേശത്തെ ഇളക്കി മറിക്കുന്ന അഭിഷേകവുമായി നിൽക്കാൻ പോകുകയാണ്. देशों को उलट पुलट करने वाले अभिषेक के साथ वो खड़े रहने वाले हैं। സജി പാസ്റ്ററെ നമ്മളെയൊക്കെ പിശാച് ഒതുക്കും. शैतान हमें रोक सकता है, പക്ഷെ നമ്മുടെ മക്കൾ എഴുതി വിട്ട അസ്ത്രം പോലെ പിശാചിന്റെ നെഞ്ച് തകർക്കുമെന്ന്. आमेन। लेकिन हमारा पीढ़ी जो बेचने वाला उस वीणा से ആത്മാവിൽ शैतान का नाश करेगा। हालेलुया। ജെറമ്യാവിനോട് ദൈവം പറയുക, यिर्मयाह से परमेश्वर कहता है പറമ്പ് വാങ്ങിച്ചു കേട്ടോ, ധൈര്യമായിട്ട് നീ പറമ്പ് വാങ്ങിച്ചു. तू हिम्मत के साथ उस खेत को खरीद लो। പ്രമാണം നീ എഴുതിയ ഒരു എന്താ പറയുക, ഒരു മടക്കകത്ത് അടച്ചു വെച്ചോ. फिर तू उसे लेकर एक मटका में छिपा के रख ले। നീ ഒരു പക്ഷെ മരിച്ചു പോകും, तू हो सकता है कि मर जाएगा, അടുത്തൊരു തലമുറ എഴുന്നേറ്റ് വരും. लेकिन अगली एक पीढ़ी खड़ी होगी ഹല്ലേലൂയ. നിന്റെ മടക്ക തുറക്കാൻ, तेरा मटका को खोलने के അതിനകത്ത് എഴുതി लिए, വെച്ചത് പുറത്തു കൊണ്ടുവരാൻ, उसके अंदर जो लिखा है वो ആത്മാവിൽ बाहर കഴിഞ്ഞ लाने के लिए। നൂറ്റാണ്ടുകളിൽ പറഞ്ഞ ദൂതുകളുടെ നിവർത്തീകരണത്തിന് ഒരു തലമുറ ഇന്ത്യയിൽ എഴുന്നേൽക്കുമെന്ന് आमेन, आमेन, വിശ്വസിക്കുന്നവർ आमेन, വിളിച്ചു आमेन, പറഞ്ഞിട്ട് आमेन, आमेन। वादाएं पूरी करने के लिए एक पीढ़ी इंडिया में खड़ी होगी। विश्वास के साथ इसकी घोषणा करे। കുഞ്ഞുങ്ങളെ പാപം ചെയ്യരുത്, बच्चों पाप नहीं കുഞ്ഞുങ്ങളെ करना, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ, पवित्रताई के लिए खड़े रहना, നിങ്ങൾ ഹോളിനെസ്സിന് വേണ്ടി നിൽക്കാൻ, आप पवित्रताई के लिए ലോകത്തോട് खड़े रहो। കോംപ്രമൈസ് ചെയ്യരുത്. दुनिया के साथ നിങ്ങൾ समझौता ഒരു मत करो। മിറക്കിളാകും. आप एक चमत्कार है। ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് പറ്റരുത്. जो हमसे गलती हुई वो आपसे न God is हो। encouraging you to lead a life of holiness. एक पवित्रताई जीने And के लिए people, you आप are एक going to चुनौती become a ले लो। miracle. आप एक चमत्कार बन जाओगे। ശഖന, രാംധന. പകൽക്കാലം ഒരു കാര്യം ഞാൻ പറയട്ടെ. आज मैं एक बात कहना चाहता യോശുവ हूँ। നിൽക്കുക, यहोशू खड़ा है, ഒരു സൈഡിൽ ദൂതൻ നിൽക്കുക, एक तरफ में दूत മറു खड़ा സൈഡിൽ है സാത്താൻ വന്ന് നിന്നു. और एक तरफ शैतान खड़ा है। അപ്പച്ചന്റെ തലമുറയിൽ ഈ സാത്താൻ നിന്നിട്ടുള്ളതാ. अपने पूर्वजों की पीढ़ी में भी ഇവൻ शैतान എല്ലാവരെയും खड़ा കുറ്റം था। പറയുന്നവനാ. ये सबके दोष लगाने മോശയുടെ वाला है। ശരീരം സംബന്ധിച്ച് വാദിച്ചെന്നാ. मूसा के शरीर के संबंध में इसने ഇപ്പോൾ वाद ജോഷുവ विवाद ശുശ്രൂഷ किया था। തുടങ്ങിയപ്പോൾ अब योशुआ ने जब കുറ്റം सेवकाई പറയാൻ आरंभ किया, സാത്താൻ വന്ന് നിൽക്കുകയാ. अब उसको दोषी ठहराने के लिए शैतान आकर ദൈവമക്കളെ, खड़ा है। हे परमेश्वर के बच्चों, പൗലോസിനെ തടഞ്ഞ പിശാച് पौलुस को रोका हुआ തീമോത്തിയോസിനെ शैतान തടയാൻ ശ്രമിക്കും. तीमुथियुस को रोकने की कोशिश तो करेगा। ശ്രമിക്കാഞ്ഞിട്ടല്ല കേട്ടോ, कोशिश नहीं करेगा ऐसा नहीं है। ശ്രമിക്കാഞ്ഞിട്ടല്ല കേട്ടോ. कोशिश नहीं करेगा ऐसा नहीं है। പക്ഷെ കർത്താവ് പറയുക, लेकिन परमेश्वर कहता है, നിനക്കറിയാമോ ഇവൻ ആരാന്ന്? तू जानता है क्या ये कौन ഇവൻ है? തീയിൽ നിന്ന് വലിച്ചെടുത്ത ഒരു കൊള്ളിയാ. अग्नि से इसे खींच कर निकाला हुआ एक In my लकड़ी spirit, है। ഞാൻ ആത്മാവിൽ കാണുന്നു. मैं आत्मा में ഞാൻ देखता ഇന്ത്യയോട് हूँ। പ്രവചിക്കുക, मैं इंडिया को भविष्यवाणी ഇന്ത്യയിൽ देता हूँ। കത്തുന്ന തീക്കകത്ത് इंडिया में जलने वाली ചില अग्नि കൊള്ളികളെ में വലിച്ചു മാറ്റാൻ പോകുകയാണ്. कुछ लकड़ियों को खींच कर निकालने वाला है। ബാബിലോണിന്റെ और പ്രവാസത്തിൽ, बाबिलोन ബാബിലോണിന്റെ के उस प्रवास പ്രവാസത്തിൽ में ശാമ്പലാകാതെ ചില കൊള്ളികൾ. कुछ लकड़ी है जो राख नहीं എടാ, बन പന്ന रही थी। പിശാച് നിനക്കറിയാമോ? हे शैतान तो सुन ഇവൻ ले, ബാബിലോണിലെ പ്രവാസത്തിൽ വന്ന് ये बाबिलोन के उस प्रवास में തീക്കകത്ത് रहकर, കുരുത്തവനായി परदेशी में ഇവൻ. रहकर अग्नि पर इसकी തീക്കകത്ത് बड़ा है। കുരുത്തവനായി ഇവൻ. अग्नि पर जन्म ഇവൻ हुआ है। വെയിൽ കൊണ്ട് വാടത്തില്ല. ये धूप में सूखेगा എടാ, नहीं। പിശാച് നിനക്കറിയാമോ? हे शैतान ഇവൻ क्या तू തീയിൽ നിന്ന് जानता വലിച്ചെടുത്തൊരു है? കൊള്ളിയോ. इसको अग्नि से खींच कर लिया हुआ लकड़ी है। रीखा रबा ശഖന, രാംശൽ കമന. എവിടെയൊക്കെ പ്രതികൂലമുണ്ടോ, जहाँ जहाँ पर प्रतिकूल है, എവിടെയൊക്കെ പ്രശ്നങ്ങൾ जहाँ ഉണ്ടായിട്ടുണ്ടോ, जहाँ पर मुसीबतें आई എവിടെയൊക്കെ है, തീ കത്തിയിട്ടുണ്ടോ, जहाँ जहाँ पर अग्नि जली അതിനകത്ത് है, സാധാരണ അഭിഷേകമായി ചിലർ എഴുന്നേറ്റിട്ടുണ്ട്. वहाँ पर एक असाधारण अभिषेक के साथ कुछ लोग प्रतिकूल खड़े भी मुद्दों। हुए हैं। क्या प्रतिकूल है? സഭയ്ക്കെതിരെ ചലഞ്ചസ് ഉണ്ടോ? कलीसिया के अंदर चुनौती आ रही ഇന്നുവരെ है। ഭാരതം കണ്ടിട്ടില്ലാത്ത അഭിഷേകവുമായി ചില അഭിഷേകന്മാർ आमेन, ഇതിനകത്ത് हालेलुया। എഴുന്നേൽക്കാൻ പോകുകയാ. आज तक भारत ने देखा नहीं वैसा एक अभिषेक के साथ एक पीढ़ी खड़े होने वाली है। ഹല്ലേലൂയ. हालेलुया। അവന്റെ വസ്ത്രം മാറ്റി, उसका वस्त्र बदल दिया, അവനെ ശുദ്ധീകരിച്ചു. उसको पवित्र किया। നാളെയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവനെ ഒരുക്കാൻ പോകുകയാണ്. कल के सेवकाई के लिए उसे तैयार करने जा रहे हैं। ഹല്ലേലൂയ. हालेलुया। മടങ്ങി വരട്ടെ പ്രിയമുള്ളവരെ. मैं लौट कर आना चाहता ഒന്നാം हूँ। നൂറ്റാണ്ടിൽ പൗലോസ് ഉണ്ടായിരുന്നു. पहले सदी में पौलुस, പിന്നെ അടുത്ത നൂറ്റാണ്ടുകളിൽ अगली सदी में ഒരു പൗലോസിന്റെ കുറവ്. एक पौलुस की कमी थी। പിന്നെ നൂറ്റാണ്ടുകളിൽ പൗലോസ് ഇല്ല കേട്ടോ. फिर अगले आने वाले सदियों में അതുപോലെ पौलुस ഒരു था ही അഭിഷേകത്തിന് नहीं। ഇല്ല കേട്ടോ. वैसा एक अभिषेक है ही അതുകൊണ്ട് എന്ത് नहीं। സംഭവിച്ചു? तो फिर क्या हुआ? പിന്നെ
സുവിശേഷീകരണം മങ്ങിപ്പോയി. फिर सुसमाचार धुंधला पड़ गया. പവറോട് സഭ ഓടിയായിരുന്നെങ്കിൽ, पहले सदी के सम्मान अगर कलीसिया चलती रहती तो നോക്കിക്കേ, आप जरा सोचिए, ലോകത്തിൽ ഒരു രാജ്യത്തും ഹല്ലേലൂയ പെർസിക്യൂഷൻ ഉണ്ടാകത്തില്ലായിരുന്നു. दुनिया में एक भी राज्य पर परसिक्यूशन होता ही नहीं. ശരിയല്ലേ പാസ്റ്റർമാരെ? ലോകം മുഴുവൻ വിശ്വാസത്തിലേക്ക് വരുമായിരുന്നു. दुनिया पूरे विश्वास में आ गया होता. നൂറ്റാണ്ടിലെ പവറോട് സഭ ഓടിയിരുന്നെങ്കിൽ, पहले सदी के समान जो सामर्थ के साथ कलीसिया चलती होती ലോകം तो മുഴുവൻ സുവിശേഷീകരിക്കപ്പെടുമായിരുന്നു. दुनिया पूरा सुसमाचार से भर गया എന്താണ് होता. മിസ്സാകുന്നത്? अभी क्या मिस हो रहा है? ഫലങ്ങൾ ഇല്ലാതെ പോയി, उत्तम फल नहीं है, ഭക്തന്മാരില്ലാതെ പോയി, भक्त लोग नहीं है, വിശ്വസ്തന്മാരില്ലാതെ പോയി, विश्वास योग्य लोग नहीं है, വിശുദ്ധന്മാരില്ലാതെ പോയി, पवित्र लोग नहीं है. വിശ്വാസികളില്ലാതെ പോയി എന്നല്ല ഞാൻ പറഞ്ഞത്. मैंने ये नहीं कहा कि विश्वासी लोग नहीं है. ഹല്ലേലൂയ, हालेलुया. ചിലർ എഴുന്നേൽക്കട്ടെ. कुछ लोग खड़े हो नहीं पाए. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. यीशु मसीह कल आज और सदा जीवित है. ഇന്നലെ ചെയ്ത കർത്താവിന് ഇന്നും ചെയ്യാൻ പറ്റും. कल जो किया परमेश्वर आज भी कर सकता है. ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ പി.എസ്. ശാമുവേൽ പാസ്റ്ററെ കുറിച്ച് കുറേ കാര്യങ്ങൾ കേട്ടു. मैं वहां पर जब गया तो पीएस सैमुअल पास्टर के बारे में बहुत सारी बातें सुना. ഭയങ്കര ഭക്തനായ മനുഷ്യനായിരുന്നു. काफी एक भक्त मनुष्य था. അദ്ദേഹം മരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. मरने से पहले दो शब्द उन्होंने कहा. മുൻകരുതലായിട്ടാ പറഞ്ഞത്. एक वार्निंग के तौर पर कहा था. ഒന്ന്, पहला, എന്റെ ശവം എവിടെയെങ്കിലും അടുത്തടുക്കരുത്. मेरा बॉडी बाजू में किधर भी दफनाना नहीं, ദൂരെ കൊണ്ടേ അടക്കാവുള്ളൂ. दूर ले जाकर ही दफनाना. എന്താ കാരണം എന്നറിയാം? क्यों है कारण? അദ്ദേഹത്തിന് ഒരു ഭയം ഉണ്ടായിരുന്നു. उसको एक भय था. അദ്ദേഹത്തെ ആ നാട്ടുകാർ അത്രയ്ക്ക് റെസ്പെക്ട് ചെയ്യുന്ന മനുഷ്യനാ. उस भक्त को उस देश के लोग उतना रेस्पेक्ट करते थे. സ്ഥലമായിട്ട് മാറുന്നത്. कल वो हो सकता है कि वो एक पुण्य स्थान बन जाए. അവിടെ പിന്നെ ആളുകൾ വന്ന് മെഴുകുതിരി കത്തിക്കും, പൂവിടാൻ തുടങ്ങും. हो सकता है कि लोग वहां पर आकर दिया जलाने लगे, फूल डालने लगे. കൊണ്ടേ അടക്കാവുള്ളൂ. तो कहा कि दूर ले जाकर ही दफनाना. വാശി പിടിച്ചു ആ കോമ്പൗണ്ടിൽ തന്നെ അടക്കണം. तो कलीसियाओं ने बहुत ही जिद किया कि उसी कंपाउंड में ही दफनाना है. ബാത്ത് റെസ്പെക്ട് ചെയ്തിട്ട്, लेकिन उसकी बातों को ये सम्मान करते हुए दूर ले जाकर दफनाया. 12 വർഷമായി കേട്ടോ. 18 साल हो गए मृत्यु के बाद. क्या आप जानते हो ഇന്നും കത്തോലിക്കര് കൊണ്ടുപോയി മെഴുകുതിരി കത്തിക്കും. वो जो दूर വലിയൊരു സെയിന്റ് ഉറങ്ങുന്ന സ്ഥലമായത്. वो दूर जहाँ पर दफनाया था उधर कैथलिक लोग जाकर आज भी दिया जलाते हैं. ചർച്ചക്കാരല്ല, विश्वासी लोग नहीं. കാത്തലിക്സ്. കാരണം അവരുടെ ചിന്ത റായ്പൂരിൽ ജീവിച്ച വലിയൊരു ഭക്തൻ വിശ്രമിക്കുന്ന സ്ഥലമാണ്. कैथलिक्स लोग ये सोचते हैं कि एक बहुत बड़ा भक्त का विश्राम स्थान है. അദ്ദേഹം രണ്ടാമത് പറഞ്ഞത്, और दूसरा उन्होंने कहा റായ്പൂരിലെ ആദ്യത്തെ ആരാധന സ്ഥലം വാടകയ്ക്കായിരുന്നു. रायपुर का पहला स्थान भाड़े पे था. ആ സ്ഥലം നമ്മുടെ ചർച്ച് വാങ്ങിക്കരുത്. वो जगह हमारे कलीसिया खरीदना मत. എന്തിനാ പറഞ്ഞെന്നറിയാം? क्यों कहा? അല്ലെങ്കിൽ നാളെ नहीं तो कल അതൊരു പുണ്യസ്ഥലമായിട്ട് മാറും. वो एक पुण्य स्थान बन जाएगा. പണ്ഡിത രമാഭായിയുടെ മുക്തി മിഷനിൽ അഗ്നി ഇറങ്ങിയതുപോലെ അഗ്നി ഇറങ്ങിയ സ്ഥലമാണ്. क्योंकि पंडित रामाभाई के समान जहाँ पर अग्नि उतरा था वैसे अग्नि उतरा हुआ जगह है. മുക്തി മിഷന്റെ ഒരു പ്രശ്നം നിങ്ങൾക്കറിയാമല്ലോ. आप जानते हैं मुक्ति मिशन की അത് അഗ്നി ഇറങ്ങിയ സ്ഥലമായതുകൊണ്ട് അവിടെ ചെന്നാൽ അഗ്നി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ചിലർ അവിടെ ചെല്ലുന്നുണ്ട്. वहाँ पर अग्नि उतरा हुआ जगह है करके वहाँ पर जाने से अग्नि मिलेगा बोलकर लोग वहाँ पर जाते हैं. പോകുന്നത് പോലെ പോകുന്ന ആളുകളുണ്ട്. टूरिस्ट के समान वहाँ पर जाते हैं. വേദപുസ്തക പ്രകാരം പാപമാകട്ടോ. वो बाइबल के अनुसार वो गलत है, पाप है. പോലും പോകാൻ അപ്പോസ്തലന്മാരെ കൽപ്പിച്ചില്ല. यीशु के कब्र की ओर जाने भी अपोस्तल ने आज्ञा नहीं दिया है. മിഷനിൽ പോയാൽ നമുക്ക് അഭിഷേകം ഒന്നും കിട്ടത്തില്ല. मुक्ति मिशन जाने से हमें अभिषेक नहीं मिलेगा. ടൂർ ഓപ്പറേറ്റർമാർ പണ്ട് പരസ്യം കൊടുക്കുമായിരുന്നു. कुछ टूर्स ऑपरेटर लोग ऐसा एडवर्टाइजमेंट देते थे. ഹോളി ലാൻഡ് കാണാൻ പോവാന്ന്. होली लैंड देखने के लिए जाते हैं. പാക്കേജ് എങ്ങനെയാണെന്നറിയാമോ? उनका पैकेज कैसा होता था? മർക്കോസിന്റെ മാളിക മുറിയിൽ വെച്ച് കാത്തിരിപ്പ് യോഗം. मरकुस के अपर रूम पर एक मीटिंग. മർക്കോസിന്റെ മാളിക മുറിയിൽ കാത്തിരിപ്പ് യോഗം. मरकुस के अपर रूम पर एक मीटिंग. കല്ലറത്തോട്ടത്തിലെ കല്ലറയ്ക്കകത്ത് വെച്ച് തിരുവത്താഴം. खबर के उस बगीचे के अंदर ബഗീചാ മേ ജോ ഖബർ ഹൈ ഉസ്കെ അന്ദർ പ്രഭു വചൻ. ഹല്ലേലൂയ. പിന്നെന്തായിരുന്നു? പിന്നെ യോർദാൻ നദിയിൽ സ്നാനപ്പെടാനുള്ള അവസരം. यॉर्दन के नदी पर बपतिस्मा लेने का मौका. യോർദാനിലെ വെള്ളം, यॉर्दन का पानी. കഥകൾ പറയിപ്പിക്കരുത്. പണ്ടൊരപ്പച്ചൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. पुराने एक बच्चन ने बपतिस्मा लेने का प्लान किया. पहले वो बहुत ही विरोध करते थे. बोल बोलकर फाइनली वो रेडी हो गए बपतिस्मा ले. लेकिन एक कंडीशन रखा. वो क्या है? जहाँ पर यीशु ने बपतिस्मा लिया मुझे उधर ही लेना है. तो उन्होंने कहा कि ठीक है, अगर आपको उधर बपतिस्मा लेना, पैसा खर्च करके वहां तक चले जाते हैं. तो वो दादा ने अगला कंडीशन, यीशु ने को जिसने बपतिस्मा दिया वही व्यक्ति मुझे बपतिस्मा करे.
वैसे बहाने बनाने वाले ഞങ്ങളുടെ हैं। നാട്ടിലൊരു അപ്പച്ചനുണ്ടായിരുന്നു കേട്ടോ. हमारे गांव में एक दादा അപ്പച്ചൻ थे, യോർദാനിൽ പോയിട്ട് വന്നു. वो अपचन यर्दन जाकर ഒരു आ गए, കുപ്പി വെള്ളം കൊണ്ടാ വന്നത്, യോർദാനിലെ വെള്ളം. एक बोतल पानी यर्दन का लेकर आए थे। അപ്പച്ചൻ ഈ കുപ്പി എടുത്ത് കാണിച്ചു കൊടുത്തു, ഇത് യോർദാനിലെ വെള്ളമാണ്. जो भी घर पे जाएगा उनको दिखाकर അപ്പൊ बोलते അവര് कि ये ഇച്ചിരി यर्दन का ചോദിക്കും, पानी है। ഇച്ചിരി വെള്ളം താ അപ്പച്ചാ. तो लोग पूछ थोड़ा पानी दे दो, അപ്പച്ചൻ വെള്ളം കൊടുത്തു. तो उन सबको उन्होंने पानी दे പക്ഷേ दिया। കുപ്പിയിലെ വെള്ളം ഒരിക്കലും തീർന്നില്ല. वो कुप्पी का पानी कभी खत्म नहीं हुआ, മറക്കലല്ലേ? वो एक मिरेकल മറ്റൊന്നുമല്ല है। കേട്ടോ, അപ്പച്ചനകത്ത് പോയിട്ട് പിന്നെ നിറച്ചു വെക്കും. कोई बात नहीं, आप दादा अंदर घर पे अंदर के वापस पानी भर भर के रखते थे। ഹോമിയോപ്പതിക്കാരുടെ കാര്യം പറഞ്ഞതുപോലെ ये होम्योपैथी वाले भी कुछ ऐसे ही है। ഹോമിയോപ്പതിക്കാര് होम्योपैथी वाले ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ഡ്രോപ്പ് ആക്കിയിട്ട് പിന്നെ അതിനകത്ത് ലിറ്റർ കണക്കിന് വെള്ളം ഒഴിച്ചിട്ട് അതിനെ പരക്കുന്നത് പോലെ പരത്തുന്നത് പോലെ एक ड्रॉप दवाई डालकर उसमें पानी डालकर डाइल्यूट के जैसे करता है, उस प्रकार से। അങ്ങനെയുള്ള പുണ്യ സ്ഥലങ്ങൾ ഇല്ല കേട്ടോ. ऐसे कुछ पुण्य स्थान ആ हमारे लिए മലയിലുമല്ല, नहीं ഈ है, മലയിലുമല്ല. न ही इस पर्वत में, न उस पर्वत സത്യനമസ്കാരികൾ पर। सच्चा आराधना, പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. पिता को आत्मा और सच्चाई में आराधना करे। അടുത്ത പാസ്റ്ററിനോട് പറഞ്ഞു, वहाँ के पास्टर ने कहा, അഗ്നി ഇറങ്ങിയ പറമ്പ് ഇപ്പോഴും ഖാലി കിടക്കുക. वो अग्नि उतरा हुआ उस खेत अभी भी काड़ खाली पिടിച്ച് पड़ा हुआ है, കിടക്കുക. वो जंगल पकड़ा हुआ है, പിടിച്ച് കിടക്കുക. वहाँ पर जंगल पेड़ लग हालेलुया, चुके, जंगली ആരും पेड़ लग വാങ്ങിക്കുന്നില്ല. चुके, कोई वो खरीद नहीं रहा, വാങ്ങിക്കുന്നില്ല. कोई नहीं खरीद रहा, ചെറിയ വിലക്ക് കിട്ടും. सस्ते में मिल പലരും जाता है। വന്നിട്ട് പാസ്റ്ററോട് പറഞ്ഞു, നമുക്കിതിങ്ങ് വാങ്ങിക്കാന്ന് പറഞ്ഞു. कई लोग ना आकर बोले कि हम ഈ इसे പാസ്റ്റർ खरीद ഇല്ല, लेते हैं। അപ്പച്ചൻ പറഞ്ഞിട്ട് വാങ്ങിക്കില്ലെന്ന്. तो കാരണം कहा- നാളെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, അത് മറ്റൊരു മുക്തിഭൂഷണാക്കി മാറ്റും, ആളുകൾക്ക് ബസ് പിടിച്ചു പോകാൻ വേണ്ടി. पास्टर ने ഹല്ലേലൂയ. कहा है कि नहीं खरीदना है, इसके लिए नहीं നിങ്ങൾക്ക് खरीद रहे മനസ്സിലാവുന്നുണ്ടോ ഞാൻ हैं, പറയുന്ന अगर വചനങ്ങൾ? खरीद लेंगे तो उसे पुण्य स्थान हालेलुया. बना देंगे। ഭക്തനായൊരു മനുഷ്യൻ, एक भक्त मनुष्य, ഭക്തനായൊരു മനുഷ്യൻ. एक भक्त मनुष्य। ഹല്ലേലൂയ. हालेलुया, താങ്ക് യു ഹോളി സ്പിരിറ്റ്. प्रेज गॉड। നമുക്ക് വേണ്ടത് അത്തിയുടെ തലപ്പഴങ്ങളാണ്. हमें जो चाहिए वो उत्तम फल चाहिए। പുഴുക്കുത്തു വന്ന അഭിഷിക്തന്മാരെ അല്ല നമുക്ക് വേണ്ടത്. कीड़ा से भरा हुआ अभिषिक्त जैसे लोग नहीं പറഞ്ഞാട്ട് हमको എനിക്ക് चाहिए। അയ്യോ കഷ്ടം, तो कहे कि मुझ पर हाय। ഞാൻ കൊതിക്കുന്ന അഭിഷേകമുള്ള ഭാര്യാപുരം യോനാച്ചന്മാർ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകണം. मैं चाहने वाला अभिषिक्त लोग, भक्त लोग, पवित्र लोग इस എനിക്ക് युग में होने പുഴുക്കുത്തു पाए। കിട്ടിയ പ്രവചനം വേണ്ട കർത്താവേ. मुझे कीड़ा पकड़ा हुआ भविष्यवाणी എനിക്ക് नहीं चाहिए। അപ്പോസ്തോലിക് അനോയിന്റിംഗ് ഉള്ള പൗലോസുമാർ ഈ കാലഘട്ടത്തിൽ എഴുന്നേൽക്കണം. अपोस्तोलिक अभिषेक के साथ पौलुस लोग कुछ खड़े ഒരു होने पाए। അന്ത്യകാല ഉണർവുണ്ടാകണമെങ്കിൽ एक अंतिम युग का बेदारी होना പുഴുക്കുത്തു है तो കിട്ടിയ ഒരു തലമുറയെ കർത്താവിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. कीड़ा से पकड़ा हुआ पीढ़ी को परमेश्वर इस्तेमाल नहीं कर ചിലർ सकता। പറഞ്ഞാട്ട് എനിക്ക് അയ്യോ കഷ്ടമെന്ന്, कुछ लोग कहे कि मुझ पर हाय, എനിക്ക് അയ്യോ കഷ്ടമെന്ന്. मुझ पर हाय, ഓ ഞാൻ അരിഷ്ട മനുഷ്യൻ. मैं निकम्मा ഒരു मनुष्य। തലമുറ എഴുന്നേറ്റ് വരട്ടെ, ഒരു एक തലമുറ पीढ़ी എഴുന്നേറ്റ് उठकर आने വരട്ടെ, दे, एक ഒരു पीढ़ी തലമുറ उठकर എഴുന്നേറ്റ് വരട്ടെ. ഹല്ലേലൂയ. एक पीढ़ी उठ कर आने पाए। ഈ പാസ്റ്റർ പി.എസ്. ശാമുവേൽ ये पास्टर पी.ए. शैमुअल, അദ്ദേഹം വിവാഹം കഴിക്കാതെ ജീവിതം മുഴുവൻ കർത്താവിന് വേണ്ടി കൊടുത്തു. उन्होंने शादी नहीं किया और पूरा जिंदगी भर परमेश्वर के राज्य के लिए इस्तेमाल। അദ്ദേഹത്തിന്റെ സമർപ്പണം അതായിരുന്നു. उनका समर्पण वो था। ഹല്ലേലൂയ. हालेलुया। താങ്ക് യു ജീസസ്. വിവാഹം കഴിക്കാതെ ജീവിതം മുഴുവൻ കർത്താവിന് കൊടുത്തു. शादी नहीं किया और पूरा जिंदगी परमेश्वर के लिए ഞാൻ എന്താ समर्पण। കേട്ടെന്നറിയാം? मैंने क्या ആ सुना था ദേവദാസൻ उनके बारे താമസിക്കുന്ന में, വീട്ടിൽ वो परमेश्वर के दास जहाँ पर रहते हैं, ബന്ധുക്കളായ സ്ത്രീകൾക്ക് പോലും പ്രവേശനമില്ലായിരുന്നു. उनका फैमिली परिवार के जो स्त्रियां भी उस घर के अंदर आ नहीं सकती थी। കുടുംബക്കാർ ആരെങ്കിലും കാണാൻ വന്നാൽ अगर कोई परिवार के लोग भी कोई मिलने റായ്പൂരിലെ आए, ആ ചർച്ചിന്റെ അദ്ദേഹം താമസിക്കുന്ന റൂമിന്റെ വെളിയിലോട്ട് ഒരു വാതിലുണ്ട്. उस रूम के बाहर एक दरवाजा है। അത് അര കഥകാണ് എന്ന് പറഞ്ഞാൽ രണ്ട് കഥകൾ, മേളിലും താഴെയുള്ള രണ്ട് കഥകാണ്. वो दो दरवाजा है, आधा ऊपर आधा नीचे से दो दरवाजा है। അതിന്റെ താഴത്തെ ഭാഗം തുറക്കത്തില്ല, മേളത്തെ ഭാഗം മാത്രം തുറക്കും. उसके नीचे का भाग नहीं खोलता है, केवल ऊपर का भाग खोलता വെളിയിൽ है। ഒരു നെറ്റ് ഇട്ടിട്ട് മറച്ചിട്ടുണ്ട്, ഒരു നെറ്റ്. बाहर एक नेट डालकर ऐसा അപ്പൊ रखा അതിനകത്ത് गया है। നിന്നുകൊണ്ട് ചോദിക്കും, उसके अंदर खड़े होकर पूछते हैं, അന്നമ്മ എന്തിനാ വന്നത്? अन्ना में बहन तू क्यों आई? ബന്ധുവാ വന്നത് കേട്ടോ, കുടുംബക്കാരാ വന്നത്. परिवार के लोग आए അപ്പൊ हैं। പറഞ്ഞ അച്ഛാ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ. तो उन्होंने कहा कि हाँ मैं इस बात के ഹല്ലേലൂയ. लिए आई हूँ। എന്നിട്ട് പറയും എല്ലാരും സുഖമാണല്ലോ, क्या सब खुश है? ഞാൻ പ്രാർത്ഥിക്കാം. हाँ मैं അവിടെ प्रार्थना। വെളിയിൽ തന്നെ നിർത്തി ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. उनको बाहर ही खड़ा करवा के प्रार्थना അപ്പൊ करते हैं। ഈ അന്നമ്മ വരുമ്പോ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടാ വന്നേക്കുന്നത്. അച്ഛൻ ഒറ്റയ്ക്ക് താമസിക്കില്ല, ഒരു ചിക്കൻ കറി. तो ये बहन आई है तो कुछ खाना चिकन लेकर आती അപ്പം है। പറയാ സ്റ്റെപ്പ് വെച്ചിട്ട് പോയിക്കോളാൻ പറയും. तो बोलते हैं उस स्टेप पर रखकर आप चले ആ जाइए, സ്റ്റെപ്പ് വെച്ചിട്ട് പോയിക്കോളാൻ പറയും. उस स्टेप पर അന്നമ്മ रखकर आप പോയി चले കഴിയുമ്പോൾ പുള്ളി കഥ जाइए। തുറന്നത് എടുത്തോണ്ട് വരും. वो बहन चले जाने के നിങ്ങൾ बाद അങ്ങനെയൊക്കെ दरवाजा खोलकर वो ഭക്തിയുണ്ടോ? खाना अंदर लेकर आते हैं। അങ്ങനൊക്കെ ഭക്തിയുണ്ടോ? वैसा ഒരു भक्त ചെറിയ है क्या? പേരുദോഷം പറയാൻ പോലും അനുവാദം കൊടുത്തില്ല. एक छोटा नाम धराई होने का मौका भी उन्होंने नहीं दिया। ഹല്ലേലൂയ. हालेलुया। മക്കളെ എന്റെ മൊബൈൽ ഒന്ന് കൊണ്ടുവന്ന്, എന്റെ മൊബൈൽ bring me my mobile, I want to, it's in charging. hallelujah hallelujah thank you jesus. ആ പാസ്റ്ററുടെ ജ്യേഷ്ഠന്റെ മകൾ ഇപ്പോഴത്തെ പാസ്റ്ററുടെ മമ്മിയാണ്, അവിടെയുണ്ട്. 82 വയസ്സുണ്ട് കേട്ടോ. वो पास्टर का बड़े भाई का
बेटी बेटी वहाँ पर है, अभी का पास्टर का माँ है. वो अभी के पास्टर की माँ है. ഈ അമ്മച്ചിക്ക് എന്നെ കണ്ടപ്പോൾ വലിയ സന്തോഷമായിരുന്നു. ये दादी माँ जब मुझे देखकर बहुत खुश हो गई, കാരണം അമ്മച്ചി ഒത്തിരി നാളായി മലയാളം പറഞ്ഞിട്ട്. क्योंकि ये दादी माँ काफी അമ്മച്ചിക്ക് टाइम के മലയാളികളെ बाद കാണുമ്പോൾ मलयालम സന്തോഷം बोल കൊണ്ട് रही है. മലയാളം പറയും. അമ്മച്ചിക്ക് മലയാളം അല്ലാതെ ഒരു അക്ഷരം അറിയത്തില്ല. तो अम्मची को मलयालम के अलावा दूसरा कुछ आता नहीं है. ഹല്ലേലൂയ. മലയാളം അല്ലാതെ ഒന്നും അറിയത്തില്ല. मलयालम के अलावा उन्हें कुछ भी नहीं आता है. അപ്പൊ എന്നെ കണ്ടപ്പം വലിയ സന്തോഷമായിരുന്നു അമ്മച്ചിക്ക്. तो मुझे देखकर वो बहुत खुश हो गई कि कोई मलयालम. കാണും കേട്ടോ, ആസാദി സ്ഥിരം കാണും. हमारा आसादी चैनल हमेशा देखते रहती है. അമ്മച്ചിക്ക് പിന്നെ ഒരു സങ്കടം വന്നു. अम्मची को एक दुख ये लगा ഞാൻ അവിടെ പ്രസംഗിച്ചത് മുഴുവൻ ഹിന്ദിയിലായതുകൊണ്ട് कि मैंने जो प्रचार किया वो पूरा हिंदी में बोला था. പ്രതീക്ഷിച്ചിട്ട് മലയാളം കിട്ടുമെന്ന്. अम्मची ने उम्मीद रखा कि थोड़ा मलयालम मिल जाएगा. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, क्या आप जानते हो, ഞാനൊരു ഫോട്ടോയാണ് സെർച്ച് ചെയ്യുന്നത്. एक फोटो में ढूंढ रहा हूँ. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ഫാമിലി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. वहाँ पर जब मैं गया तो एक फैमिली प्रार्थना करवाने के लिए आए. ഒരു പാസ്റ്റർ ഫാമിലിയാണ്. एक पास्टर फैमिली ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ടാ വന്നത്. एक छोटा बच्चा को लेकर आए. ഹല്ലേലൂയ. ആ ഫോട്ടോ ഞാൻ അങ്ങോട്ട് ഇട്ട് തന്നിട്ടുണ്ട് അല്ലേ? ശാന്തനുവിനെ ഒന്ന് ഫോർവേഡ് ചെയ്തേ, ഒത്താലൊന്ന് കാണിക്കാം സ്ക്രീനല്ലേ. ശാന്തനു ബ്രദർ സാൻഡി വിൽ ഫോർവേഡ് സം ഫോട്ടോസ്. ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ടാ വന്നത്. एक छोटा बच्चा को लेकर आए थे. 3 മാസമുള്ള കുഞ്ഞാ. 3 महीना का बच्चा है. നല്ല മിടുക്കിയൊരു മോള്. बहुत स्मार्ट एक बच्चा है. അകത്ത് കൊണ്ടുവന്നു अंदर लेकर आए. പാസ്റ്റർ ഭാര്യയെ കൊണ്ട് ഇങ്ങനെ നിൽക്കുക. पास्टर भारी ऐसे खड़े ഈ हैं. കുഞ്ഞ് എന്നെ നോക്കി അങ്ങ് ചിരിക്കാൻ തുടങ്ങി. ये बच्चा मेरे को देखकर हंसने നമ്മൾ लगा. ഈ വചനം പടത്തില് നമുക്ക് നാണം വരും പോലെ ചിരിക്കുന്നു. हम देखते हैं कि जब शर्म आती है तो हंसते, वैसा വചനമുണ്ട്. ऐसा एक वचन है. നാണം വരുന്ന പോലെ കരഞ്ഞെന്നൊരു വചനമുണ്ട് അല്ലേ? പ്രോഫറ്റ് എന്ത് ചെയ്തു? ഒരുത്തനെ കണ്ടപ്പോൾ നാണം വരുന്ന പോലെ അങ്ങ് കരഞ്ഞു. അവൻ നാണിച്ചു. എന്തോ കരച്ചില്ല എന്നെ നോക്കിയത്. ഇതുപോലെ ഈ കുഞ്ഞ് എന്നെ ചിരിക്കുന്നുണ്ട്. എനിക്ക് തന്നെ നാണം വന്നു. ഞാൻ ആദ്യം പറഞ്ഞില്ല, കുഞ്ഞിന് എന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടല്ലോ, ചിരിക്കുന്നു. പിന്നെ കുഞ്ഞ് ഭയങ്കരമായിട്ട് ചിരിക്കുക. അവസാനം കുഞ്ഞിന്റെ പപ്പ കുഞ്ഞിന്റെ എൻ്റെ കയ്യിൽ അങ്ങ് തന്നു. वो बच्चा जो है मुझे देखकर बहुत ज्यादा ही हंस रही थी, तो आखिर में उसके पापा ने मेरे हाथ में दे दिया. എൻ്റെ കയ്യിൽ അങ്ങ് തന്നു. मेरे हाथ पर दे दिए. കുഞ്ഞ് എൻ്റെ കയ്യിലിരുന്ന് കുറച്ചു നേരം ചിരിച്ചിട്ട് അങ്ങ് എൻ്റെ കയ്യിലിരുന്ന് അങ്ങ് ഉറങ്ങി. ഹല്ലേലൂയ. मेरे हाथ पर बैठ कर थोड़ी हंसी, उसके बाद मेरे हाथ में ही सो गई. അഭിഷേകത്തെ തിരിച്ചറിഞ്ഞതാന്ന് പറഞ്ഞു. पास्टर ने कहा कि अभिषेक को उसने पहचान लिया. കുഞ്ഞിന്റെ ഒരു സ്റ്റോറി എന്താണെന്നറിയാം? उस बच्चे की स्टोरी क्या है? സ്റ്റോറിയാ കേട്ടോ. पास्टर ने मुझसे कहा, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, അമ്മമാർ ശ്രദ്ധിച്ചു കേൾക്കണം. आपने ध्यान से सुनना. അവർക്ക് വിവാഹം കഴിഞ്ഞ് മക്കളില്ലായിരുന്നു. शादी के बाद उनके बच्चे ഒരു नहीं ദിവസം थे. ചർച്ചിൽ വന്നപ്പോ एक दिन जब कलीसिया में ഒരു आया, ദിവസം ചർച്ചിൽ വന്നപ്പോ एक दिन जब कलीसिया ഈ में आया, അമ്മച്ചി മലയാളം മാത്രം അറിയാത്ത അമ്മച്ചി ये हम एक सिर्फ मलयालम ही जानने वाली एक बच्चे പാസ്റ്റർ ഭാര്യയുടെ ദേഹത്ത് കൈ വെച്ചിട്ട് മലയാളത്തിൽ കുറെ അങ്ങ് പ്രാർത്ഥിച്ചു. इस पास्टर की पेट पर हाथ रख कर मलयालम में बहुत प्रार्थना किया. तो पास्टर ने कहा, ഒരക്ഷരം അവർക്ക് മനസ്സിലായില്ല അമ്മച്ചി എന്താ പറയുന്നത്. एक भी उनको समझा नहीं कि ये दादी അമ്മച്ചി माँ क्या बोल വന്നിട്ട് रही है. കരഞ്ഞ് നിലവിളിച്ച് മലയാളത്തിൽ അങ്ങ് പ്രാർത്ഥിച്ചു. ये दादी माँ ने आकर रोक कर मलयालम में प्रार्थना किया. പിന്നെ മനസ്സിലായത് फिर समझा കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചത്. इनको बच्चे होने के लिए प्रार्थना ഹലോ, किया. हालेलुया. അതേ മാസം ദൈവം അവർക്ക് തലമുറയെ കൊടുത്തു. उसी महीना उनको बच्चे हुए. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? क्या आप सुन रहे हो? നിങ്ങളിലൊക്കെ അങ്ങനെ ഒരു അഭിഷേകം വരണം. आपके अंदर एक वैसा अभिषेक व्यापार നിങ്ങൾ करने ഉള്ളു पाए. പൊട്ടി आप ചിലർക്ക് വേണ്ടി जब നിങ്ങൾ പ്രാർത്ഥിക്കണം. दूसरों के लिए प्रार्थना ഞാൻ करना. പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? आप क्या सुन रहे हो? നമ്മുടെ സ്വഭാവങ്ങളൊക്കെ മാറിയിട്ട് हमारी स्वभाव को ദൈവം बदलकर ഉപയോഗിക്കുന്ന പാത്രങ്ങളായി മാറണം. परमेश्वर इस्तेमाल करने वाला അങ്ങനെയുള്ള बर्तन बन അമ്മമാർക്ക് जाए. വേണ്ടി ഞാൻ സ്തോത്രം ചെയ്യുന്നു. वैसे माताओं के लिए मैं അങ്ങനെയുള്ള धन्यवाद അമ്മമാർ देता हूँ. സഭയ്ക്കകത്തുണ്ടെങ്കിൽ वैसे माताएं ഇതിനകത്ത് कलीसिया के अंदर miracles है നടക്കും. तो इसके अंदर अद्भुत काम प्रकट होगा. ഹല്ലേലൂയ. हालेलुया. എനിക്ക് അമ്മച്ചി ഒത്തിരി ഇഷ്ടപ്പെട്ടു. मुझे वो दादी माँ बहुत अच्छी लगी, ഒത്തിരി ഇഷ്ടപ്പെട്ടു. बहुत अच्छी लगी. എന്റെ ഗ്രാൻഡ് മദറിന്റെ അതേ ഷേപ്പാ, അന്നിലെ അമ്മച്ചിയുടെ അതേ ഷേപ്പാ എന്റെ ഗ്രാൻഡ് മദർ. मेरी ग्रैंड मदर का वही शेप है. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിച്ചാട്ട് परमेश्वर की स्तुति करे. ഞാൻ എന്താ പറയുന്നതെന്ന് അറിയാമോ? मैं क्या कह रहा हूँ? തലപ്പഴം, उत्तम फल, തലപ്പഴം, उत्तम फल, തലപ്പഴം. ഹല്ലേലൂയ. ഫൽ. അനുഗ്രഹമുള്ളത് ചിലത് आशीषित कुछ, പുഴുക്കുത്തു വന്നതല്ല. कीड़ा से भरा हुआ സഹോദരങ്ങളെ, नहीं. നിങ്ങൾക്ക് അങ്ങനെ ആകാൻ പറ്റത്തില്ലേ? बहन क्या आप ऐसे बन नहीं सकते? അമ്മമാരെ, നിങ്ങൾക്ക് അങ്ങനെ ആകാൻ പറ്റത്തില്ലേ? माताएं क्या आप ऐसे बन നിങ്ങളുടെ नहीं മുമ്പിൽ सकते? എത്രയോ അവസരങ്ങളാ. आपके आगे कितनी सारी നിങ്ങൾ मौका है. അവസരങ്ങളെ നഷ്ടപ്പെടുത്തി. उस मौकों को आपने नष्ट कर ഹല്ലേലൂയ. दिया. തന്നെത്താൻ സെൽഫ് പിറ്റിനെസ്സിൽ എന്തിനാ ജീവിക്കുന്നത്? अपने आप को सेल्फ फिटनेस में क्यों Let me जीते हो? repeat what I said. मैं एक Hallelujah. बार और रिपीट दोहराना You know, चाहता in the हूँ. morning when I was meditating this message, आज सुबह जब मैं इस संदेश को God told me these servants of मनन God, they कर were रहा living था, in self witness. तो पवित्र आत्मा ने मुझसे कहा कि कोई लोग हैं यहाँ पर सेल्फ എനിക്ക് फिटनेस അയ്യോ में കഷ്ടം जीता തോന്നിയതാ. है.
कोई लोग ऐसे कहते हैं कि मुझ पर हाय സെൽഫ് പിറ്റിനെസ്. सेल्फ पिटीनेस, Come out from your self pitiness. आपके उस सेल्फ നീ पिटीनेस ഒരു की अवस्था തലപ്പടമായി से മാറ്. बाहर आओ, एक उत्तम फल बनकर बाहर आओ। യെശയ്യാവേ, നീ എത്ര നാൾ കരയും? हे एशिया तू कब ഞാൻ तक അരിഷ്ട रोता മനുഷ്യനാണ്. रहेगा? मैं अरिष्ट में निकम्मा ഒരു मनुष्य അഗ്നികഷ്ണം കൊണ്ട് हूँ നിന്നെ बोलकर। തൊട്. एक अग्नि तुझे छू നീ नहीं ഒരു पाए, അത്ഭുതമായി മാറ്. तू एक अद्भुत बन ജെറമ്യാവ്, जा। നിന്റെ കണ്ണുനീർ കൊണ്ട് നിറയട്ടെ. हे यिर्मयाह, तेरी आंखें आंसू से भर Come नहीं out from पाए, self pitiness. आपके सेल्फ पिटीनेस से बाहर आ जाओ। പൗലോസേ, हे पौलुस, പൗലോസ് പറയുക, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. पौलुस कहता है कि मैं निकम्मा मनुष्य, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. मुझ पर हाय मैं निकम्मा मनुष्य। കൃപ ഇറങ്ങിക്കഴിഞ്ഞപ്പോ अनुग्रह जब उसके ऊपर പൗലോസിന് उतरा, മനസ്സിലായി, पौलुस ये समझ ഞാൻ गया യോഗ്യനല്ലേ, कि मैं योग्य नहीं ഞാൻ हूँ। യോഗ്യനല്ലേ. मैं योग्य नहीं हूँ। കൃപയില്ലാത്തവൻ പറയും ഞാനാ ഏറ്റവും വലിയ യോഗ്യൻ. जिसको अनुग्रह नहीं है वो कहे कि मैं सबसे बड़ा കൃപ योग्य हूँ। പകർന്നവൻ പറയും ഞാൻ യോഗ്യനല്ലേ യേശുവേ. जिसको कृपा मिला है वो कहेगा कि ഞാൻ मैं അരിഷ്ട योग्य नहीं മനുഷ്യനാണ്. हूँ, मैं निकम्मा मनुष्य പൗലോസ് हूँ। എന്നിട്ട് പറയുക, पौलुस कहता है യേശു ക്രിസ്തു നിമിത്തം എന്റെ മേലൊരു ജയം വെളിപ്പെടുകയാ. यीशु के नाम से मैं യേശു जयवंत ക്രിസ്തു से നിമിത്തം बढ़कर എന്റെ हूँ। മേലൊരു ജയം വെളിപ്പെടുകയാ. यीशु के नाम से मैं जयवंत से പൗലോസ് बढ़कर അത്ഭുതമായി हूँ। മാറിയെങ്കിൽ, वो पौलुस चमत्कार ആ बन गया है പൗലോസ് तो അത്ഭുതമായി മാറിയെങ്കിൽ, वो पौलुस അവൻ चमत्कार बन गया അത്ഭുതമായതിന്റെ है तो രഹസ്യം वो एक अद्भुत बनने का പൗലോസ് തന്നെ रहस्य। സാക്ഷ്യം പറഞ്ഞു. पौलुस ने आकर गवाही दिया, ഞാൻ ആകുന്നതും നിൻ കൃപയാണ്, मैं खड़ा हूँ तेरी कृपा से, ഞാൻ നിൽക്കുന്നതും നിൻ കൃപയാണ്, मैं जो हूँ वो तेरी कृपा കൃപയാണ്, से। कृपा है, കൃപയാണ്, कृपा है, കൃപയാണ്. कृपा है। പൗലോസ് എന്താ പറഞ്ഞെന്നറിയാമോ? और क्या कहा എന്റെ उसने? മേൽ വീണ കൃപ വ്യർത്ഥമാകുവാൻ ഞാൻ സമ്മതിച്ചില്ല. मेरे ऊपर जो गिरा वो कृपा को मैंने व्यर्थ होने नहीं പൗലോസ് दिया। പറഞ്ഞെന്താണെന്നറിയാമോ? पौलुस ने क्या ഓ, कहा? അപ്പോസ്തലന്മാരെ കാട്ടിലും ഞാൻ ചെറിയവൻ. प्रेरितों से मैं कम, ദൈവസഭയെ ഉപദ്രവിച്ചത് കൊണ്ട് അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനല്ല. मैंने कलीसियाओं को उपद्रव किया इसके लिए मैं अपोस्तल कहलाने का योग्य नहीं। കുലപാതകനാണ്, मैं पापी हूँ, അരിഷ്ട മനുഷ്യനാണ്. मैं निकम्मी मनुष्य അയ്യോ हूँ। ഞാൻ അരിഷ്ട മനുഷ്യൻ. मुझ पर हाय मैं പക്ഷെ പറഞ്ഞു निकम्मा ഞാൻ मनुष्य, ആകുന്നത് കൃപയാണ്. लेकिन जो मैं हूँ कृपा से എല്ലാവരും പറഞ്ഞാട്ടെ, हूँ। കൃപ വേണം, കൃപ വേണം, കൃപ വേണം, കൃപ सब വേണം. लोग कहे कि ഞാൻ मुझे ആകുന്നത്, कृपा ഞാൻ चाहिए, ആകുന്നത്, मुझे ഞാൻ कृपा ആകുന്നത്, चाहिए। ഞാൻ ആകുന്നത് കൃപ, 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 मैं हूँ वो കൃപ, कृपा കൃപ, की वजह കൃപ, से കൃപ, हूँ। കൃപ വേണം, കൃപ വേണം. कृपा चाहिए, कृपा चाहिए। നമ്മൾ പ്രാർത്ഥിക്കും കൃപ വേണമെന്ന്. हम प्रार्थना करें कि हमें कृपा चाहिए। 102 സങ്കീർത്തനത്തിന്റെ തലവാചകം एक संगीत भजन भजन संगीत संगीता 102 में 102 में അരിഷ്ടന്റെ പ്രാർത്ഥനയെന്ന एक निकम्मे मनुष्य की നിന്റെ प्रार्थना ഉള്ളിൽ है। നിന്ന് അരിഷ്ടന്റെ ഒരു പ്രാർത്ഥന ഉയരട്ടെ. आपके अंदर से एक അയ്യോ निकम्मे मनुष्य की അയ്യോ प्रार्थना അയ്യോ होने ഞാൻ पाए। അരിഷ്ട മനുഷ്യൻ. मुझ पर हाय, मुझ पर But हाय, do मैं not live निकम्मा always under मनुष्य। self pitiness. मैं सेल्फ पिटीनेस में जीना नहीं ഹമേശ चाहता। ജീനാ നഹീ. എപ്പോഴും ജീവിക്കരുത്। നുറുങ്ങട്ട ഹൃദയം, हृदय टूटने पाए, തകരട്ട ഹൃദയം, आपका हृदय टूटने തകരട്ടെ. पाए എന്നിട്ട് പ്രാർത്ഥിച്ചു और തുടങ്ങിക്കാട്ടെ. प्रार्थना करना आरंभ करे। കർത്താവേ, ഹല്ലേലൂയ, हे परमेश्वर, എന്നെ ഒരു തലപ്പഴമാക്കി तू മാറ്റണമേ. मुझे उत्तम फल എന്നെ बना दे, ഉപയോഗിക്കണമേ. मुझे इस्तेमाल कर। 56 സങ്കീർത്തനത്തിൽ 56 भजन संगीता, സങ്കീർത്തനക്കാരൻ പറഞ്ഞു, भजन संगीता वाला ने कहा, സങ്കീർത്തനത്തിന്റെ തലവാചകം, उसका हेडिंग, സങ്കീർത്തനത്തിന്റെ ഹെഡിങ്, भजन संगीता का हेडिंग, ദൂരസ്ഥന്മാരുടെ ഇടയിൽ മിണ്ടാത്ത പ്രാവ്. दूर रहने वालों के बीच में जो शांत रहने वाला സോഫയിൽ एक ഇരുന്നിട്ട് ഞാൻ സുല്ലോട് പറഞ്ഞു, कबूतर। സുനിലെ, ഞാനും ദൂരസ്ഥന്മാരുടെ ഇടയിൽ മിണ്ടാത്ത പ്രാവാന്ന് പറഞ്ഞു. मैं भी दूर रहने वालों के बीच में ചിലപ്പോഴൊക്കെ शांत അങ്ങനെ रहने वाला തോന്നിയിട്ടില്ലേ? कबूतर। कभी हमें ऐसा लगता തോന്നിയിട്ടില്ലേ है ना, അഭിഷക്തന്മാരെ? ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നിയിട്ടില്ലേ? ऐसा लगता होगा कि परमेश्वर के दास പ്രാവിനെ आप लोगों പോൽ को, രണ്ട് ചിറക് എനിക്കുണ്ടെന്നാകിൽ ഞാൻ, പ്രാവിനെ പോൽ अगर രണ്ട് कबूतर ചിറക് के समान मुझे 2 पंख होता പറന്നു പോകുമായിരുന്നു. तो मैं उड़कर चले जाता। ഹല്ലേലൂയ. ആ കുഞ്ഞിന്റെ പടം ഒന്ന് കണ്ടേ? उस चित्र को जरा ഹല്ലേലൂയ. देखिए, എന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞാ കേട്ടോ. वो मेरे हाथ में ഞാൻ रखा ഈ हुआ പടം बच्चा है। നിങ്ങളുടെ മുമ്പിൽ കാണിക്കുമ്പോൾ ये चित्र जब मैं आपके सामने നിങ്ങളുടെ दिखाता हूँ, അമ്മമാരുടെ ഉള്ളിൽ ഒരു വലിയ വെമ്പൽ ഉണ്ടാകും. आपके माताओं के अंदर एक बहुत बड़ा ആ അമ്മച്ചിയെ दर्द പോലെ आने നിങ്ങൾക്ക് पाए। ഭാഷയൊന്നും അറിയണമെന്നില്ല കേട്ടോ. वो अम्मची को भाषा നിങ്ങൾ नहीं ചിലരെ मालूम തൊട്ട് था। പ്രാർത്ഥിക്കുമ്പോൾ ചില ഉദരങ്ങൾ തുറക്കണം. दूसरों को जब आप प्रार्थना करोगे तो उनकी ഉദരം തുറക്കണം. उनका गर्भ खुलने पाए। നിങ്ങൾ ചിലരെ തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കുടുംബത്തിനകത്ത് അനുഗ്രഹം आप ഉണ്ടാകണം. जब किसी को छू कर प्रार्थना करोगे तो उनके जीवन में छुटकारा होने നിങ്ങൾക്ക് पाए। അമ്മച്ചിയാകാൻ പറ്റുമോ? आप क्या वो दादी बन ഈ सकते കുഞ്ഞിനെ हो? കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞോണം, आप इस बच्चे को सुनते तो ഞങ്ങളുടെ ऐसे കുടുംബത്തിൽ कहना, ഞങ്ങളുടെ ബന്ധുക്കളിൽ ചില കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പോകും. हमारे परिवार के अंदर भी कुछ बच्चे पैदा होने वाले ദൈവത്താൽ हैं। അസാധ്യമായിട്ട് ഒന്നുമില്ല. परमेश्वर से असंभव कुछ भी റായ്പൂരിൽ ഒരു नहीं കുടുംബം है। എന്റെ അടുക്കൽ
കുഞ്ഞിനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. एक परिवार मेरे सामने प्रार्थना करवाने के लिए लेकर आया और क्या कहा, പാസ്റ്റർ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഇത് സാക്ഷ്യമാ. पास्टर प्रार्थना करने से पहले ये गवाही 17 है. വർഷങ്ങൾക്ക് ശേഷം ദൈവം ഞങ്ങൾക്ക് നൽകിയ കുഞ്ഞാ. ये 17 साल के बाद परमेश्वर ने हमें दिया हुआ बच्चा है. 17 വർഷങ്ങൾക്ക് ശേഷം 17 साल हो गया शादी के बाद. സാക്ഷ്യം, उन्होंने ये गवाही दिया. हालेलुया, हालेलुया. കല്യാണം കഴിഞ്ഞതിന്റെ സ്നാനപ്പെട്ടതിന്റെ അടുത്ത വർഷം തന്നെ അവർക്ക് തലമുറയുണ്ടായി. बपतिस्मा लेने के अगला साल उनको पीढ़ी हुआ. അടുത്ത വർഷം തന്നെ അവർക്ക് തലമുറയുണ്ടായി. बपतिस्मा लेने के अगले साल उनको बच्चा हो गया. हालेलुया. കേട്ടോ നിങ്ങൾ? क्या आप समझ रहे हो? തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. खुलने दे यीशु के नाम से. അത്തിപ്പഴം, हालेलुया. उत्तम फल, തലപ്പഴം, हालेलुया. फल, തലപ്പഴം യേശുവിന്റെ നാമത്തിൽ. उत्तम फल यीशु के नाम से. തലപ്പഴങ്ങൾ യേശുവിന്റെ നാമത്തിൽ. उत्तम फल यीशु के नाम से. സഭയ്ക്കകത്ത് വെളിപ്പെടട്ടെ. कलीसिया के अंदर प्रकट होने दे. കരങ്ങളെ ശക്തമായി അടിച്ച് ताली बजाकर. പ്രാവിനെ പോലെ രണ്ട് ചിറകുണ്ടെങ്കിൽ यदि कबूतर के समान मुझे दो पंख होता तो उड़कर जाकर मैं विश्राम करता. नहीं, ഓടി പോകണ്ട കേട്ടോ. आपको दौड़कर जाने की സെൽഫ് जरूरत ഫിറ്റ്നസിൽ नहीं है. ജീവിക്കണ്ട കേട്ടോ. सेल्फ फिटनेस में ഈ नहीं जीना है. കാലഘട്ടത്തിലെ തലപ്പഴമായി നീ മാറ്. इस युग का उत्तम ഈ फल बन जा. കാലഘട്ടത്തിലെ പൗലോസായി മാറ്. इस युग का पौलुस കുഞ്ഞുങ്ങളെ बन നാളെയുടെ जा. ജോഷുവയായി മാറ്. कल का जोशुआ बन നാളെയുടെ जाए. തിമോത്തിയോസായി മാറ്. कल का तिमोथी बन ചേർന്ന് പാടി जाए. സ്തുതിച്ച് ആരാധിക്കാൻ हम പോകുകയാ. मिलकर स्तुति आराधना करने जा रहे हैं. ശക്തമായി സ്തുതിച്ച് ആരാധിച്ചട്ടെ. हम ताली हाथ ताली बजाकर स्तुति आराधना करने जा रहे हैं. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. 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 രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു, അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു. ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു, അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകം അഭിഷേകമേറി സുവിശേഷത്തിൻ ശക്തിയാ. അഭിഷേകം അഭിഷേകമിറങ്ങി സുവിശേഷത്തിൻ ശക്തിയാ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ. രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ. ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ. രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ. രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ. അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ.
അധികാരത്തോടെ ഒരു തലമുറ അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ രാജ്യങ്ങൾ കീഴടക്കും ദേശങ്ങൾ പിടിച്ചെടുക്കും രാജ്യങ്ങൾ കീഴടങ്ങും ദേശങ്ങൾ പിടിച്ചെടുക്കും രാജ്യങ്ങൾ കീഴടങ്ങും ദേശങ്ങൾ പിടിച്ചെടുക്കും രാജ്യങ്ങൾ കീഴടങ്ങും ദേശങ്ങൾ പിടിച്ചെടുക്കും അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ നിൻ മക്കൾക്ക് കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ നിൻ മക്കൾക്ക് കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ നിൻ മക്കൾക്ക് കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ നിൻ മക്കൾക്ക് 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 നിന്റെ കൃപ ഞങ്ങൾക്ക് വേണം കൃപയുടെ അഭിഷേകം ഞങ്ങളുടെ മേൽ പകരണം कृपा का अभिषेक मुझ पर उंडेलना ഒരു പൗലോസായി ഞാൻ മാറട്ടെ मुझे एक पौलोस बनने दे ഈ നൂറ്റാണ്ടിന് इस युग के लिए കുറവായിട്ടിരിക്കുന്നത് जो कम है അത്തിയുടെ തലപ്പഴങ്ങളാണ് इस अंजीर के उत्तम फल है ഈ നൂറ്റാണ്ടിന് കുറവായിട്ടിരിക്കുന്നത് इस युग के लिए जो कम है മുന്തിരിയുടെ ശ്രേഷ്ഠ അനുഭവങ്ങളാണ് वो दाख की बारी की श्रेष्ठ अनुभव है ഭക്തന്മാർ भक्त लोग വിശ്വസ്തന്മാർ ഇല്ലാതെ പോകുന്നു विश्वस्त लोग अभी घटती जा रही है താൻ താന്റെ വഴിയിൽ ഓടുന്ന ഒരു एक एक व्यक्ति अपने अपने इच्छा के अनुसार चल रहे हैं കർത്താവേ हे ഞങ്ങളെ परमेश्वर ഉപയോഗിക്കണം मुझे इस्तेमाल कर ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കണം हमारे बच्चों को इस्तेमाल कर അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി इस अंतिम युग की सेवकाई के ഒരു लिए കൂട്ടത്തെ നീ എഴുന്നേൽപ്പിക്കണം एक झुंड को तू खड़ा करा അങ്ങനെ നീ ചെയ്യാൻ പോകുന്നതിനായി ऐसा तू करने वाला है धन्यवाद പ്രാർത്ഥിക്കുമ്പോൾ സജി പാസ്റ്റർ മുമ്പിലേക്ക് വന്ന് പ്രാർത്ഥനയിൽ സഹായിക്കും സ്തോത്രം ഹല്ലേലൂയ हम मिलकर प्रार्थना करेंगे सजी पास्टर आगे आके प्रार्थना में अगुवाई करेंगे ഉറവിടമേ ഹല്ലേലൂയ കൃപയുടെ ഉടയവനേ നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ് നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമേറിയ നല്ല വിലപ്പെട്ട ദിവസത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനൊരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ദാനമായി തന്നതിനായി നന്ദി. ഞങ്ങൾ കടന്നു വന്ന സമയം മുതൽ ഈ സമയം വരെയും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം, ദൈവകൃപയുടെ സ്പർശനം ജീവിതത്തിൽ അനുഭവിപ്പാൻ ദൈവം തന്ന കൃപയ്ക്കായി നന്ദിയോടെ കർത്താവേ സ്തോത്രം. ഇന്ന് രാവിലെ മുതൽ കർത്താവേ ഞങ്ങൾക്ക് എന്ന നല്ല പാട്ടിനായി സ്തോത്രം. പ്രാർത്ഥിപ്പാൻ നിന്റെ മകളെ ബലപ്പെടുത്തിയല്ലോ, ശുശ്രൂഷിപ്പാൻ നിന്റെ ദാസന്മാരെ നീ ഒരുക്കിയതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹീതമേറിയ ദൈവിക സന്ദേശത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ അഭിഷിക്തനെ ഇന്ന് രാവിലെ ഞങ്ങളുടെ നടുവിൽ ദൈവകൃപയോടെ നീ ഉപയോഗിച്ചതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളെ കഴിവുള്ളവരായി മാറുക എന്നുള്ളതല്ല, അതിനേക്കാൾ അപ്പുറമായി ദൈവകൃപയുള്ളവരായി തീരുക എന്നുള്ള ആ പുതിയ നിയമ സന്ദേശം നീ ഞങ്ങളെ അറിയിച്ചതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പാപം
പാപം പെരുകിയെടുത്ത് കൃപ പെരുകി, അതുകൊണ്ട് പാപം ചെയ്യുകയെന്നോ ഒരു നാളും അരുത്. ഹല്ലേലൂയ. അത് നിയമങ്ങൾക്ക് മനുഷ്യനെ കർത്താവേ ഹല്ലേലൂയ മാനസാന്തരപ്പെടുത്താൻ കഴിയാതിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവകൃപയ്ക്ക് പാപിയെ വിശുദ്ധനാക്കുവാൻ, അശുദ്ധനെ വിശുദ്ധനാക്കുവാൻ, കഠിന ഹൃദയനെ കർത്താവേ ഹല്ലേലൂയ ദൈവമേ മനസാക്ഷിയുള്ളവനാക്കി മാറ്റുവാൻ കഴിയുന്ന, ഭവനത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് ആറ്റുപോയ അനേകരെ ഭവനത്തിലേക്ക് അടുപ്പിക്കുന്ന ദൈവത്തിന്റെ കൃപ, സകല മനുഷ്യരും ഒന്നത്രയെന്ന് ഹല്ലേലൂയ അറിയപ്പെടുന്ന ദൈവത്തിന്റെ കൃപ ഇന്ന് പകൽക്കാൻ ഞങ്ങളുടെ മേൽ പകർന്നതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാൻ കർത്താവേ ഞങ്ങളെല്ലാം കൃപയുടെ ശുശ്രൂഷകന്മാരായി, കൃപാവര ശുശ്രൂഷകന്മാരാക്കി ഞങ്ങളെ തീർക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ നാളുകളിൽ ഞങ്ങൾ കേൾക്കപ്പെട്ടതുപോലെ ഒരു പുഴുക്കുത്തുള്ള പഴങ്ങളായിട്ടല്ല, നല്ല തലപ്പഴമായി ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ടവരാക്കി അത്ഭുതമാക്കി ദൈവം ഞങ്ങളെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ അനുഗ്രഹിക്കുന്നു കടന്നു വന്നിരിക്കുന്ന എല്ലാ നിന്റെ ദാസിദാസന്മാർക്കായി, എല്ലാ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ഈ സഹോദരന്മാരെ ഉപയോഗിക്കണമേ, കുഞ്ഞുങ്ങളെ ഉപയോഗിക്കണമേ, ദാസിദാസന്മാരെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അന്ത്യകാല ശുശ്രൂഷയ്ക്കായി, ദേശത്തുണർവിനായി ഈ ജനത്തെ ഉപയോഗിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവനെ ശുശ്രൂഷ ഞങ്ങളുടെ അഭിഷിക്തനായി നന്ദി. തന്നെയും തൻ്റെ കുടുംബത്തെയും തലമുറകളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇന്ന് പകലിൽ കടന്നു വന്ന സകല ദൈവജനത്തെയും അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവകൃപ ധാരാളമായി നീ പകരണമേ, എൻ്റെ കൃപ നിനക്ക് മതി. അത് കർത്താവേ അന്ത്യത്തോളം ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ ദൈവം സഹായിക്കണം. മാനവും മഹത്വവും പുകഴ്ചയും ആരാധനയും ദൈവ കുഞ്ഞാടിന് പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശു ക്രിസ്തുവിൻ അതിമഹത്തായ നാമത്തിൽ തന്നെ. ആമേൻ. ആശീർവാദ പ്രാർത്ഥനയ്ക്കായി കരങ്ങൾ ദൈവസന്നിധിയിൽ ഉയർത്താം. നിന്നെ നോക്കുന്നു അൻപേ, നിന്നെ സ്തുതിക്കുന്നു അപ്പാ, ഞാൻ നിന്നെ നോക്കുന്നു അൻപേ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു അപ്പനും നീയേ അമ്മയും നീയേ അപ്പനും നീയേ അമ്മയും നീയേ. ഞാൻ നിന്റെ കുഞ്ഞാടല്ലോ അപ്പാ, ഞാൻ നിന്നെ നോക്കുന്നു. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ സഹവാസക്കാവൽ നമ്മെല്ലാവരുടെ മേലും, നമ്മുടെ കുടുംബങ്ങളുടെ മേൽ, ദേശത്തെ വേലയുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആർക്കപ്പെട്ട ദൈവഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ കർത്താവേ.